നമസ്കാരം. ലാങ്ഫോർഡ് എന്ന് പേരെഴുതിയിരിക്കുന്ന ആ കോട്ടയുടെ മുന്നിൽ ഡസൻ റൈസിന്റെ ആ വാഹനം നിന്നു കഴിഞ്ഞതും അല്പം മാറി ഹെയ്സലിന്റെയും അതുപോലെ കാർലോസിന്റെയും വാഹനങ്ങൾ വന്നു നിന്നു. അവർ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗേറ്റിൽ നിർത്തിയിരിക്കുന്ന ഡസൻ റൈസിന്റെ വാഹനത്തിലേക്ക് നോക്കുമ്പോൾ ഡസ്റ്റിനും മാക്സിമസും കൂടി പുറത്തിറങ്ങി. ഡസ്റ്റിൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതും അവിടെ ആ കോട്ടയുടെ ഗേറ്റിന് കാവൽ നിൽക്കുകയായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഏയ്, ആരാ നീ? ചോദ്യം കേട്ടതും ഡസൻ അയാളോട് പറഞ്ഞു, എനിക്ക് മിസ്റ്റർ ഈതൻ ലാങ്ഫോർഡിനെ ഒന്ന് കാണണം. ഏയ്, മാസ്റ്ററെ കുറിച്ച് ഈ ശൈലിയിൽ സംസാരിക്കാൻ നീ ആരാ? ഈതൻ ലാങ്ഫോർഡ് എന്ന് എന്നെ പറഞ്ഞ് സംബോധന ചെയ്തത് ആ സെക്യൂരിറ്റിക്കാരനെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രതികരിച്ചത്. ഏയ്, എനിക്ക് മിസ്റ്റർ ഈതനെ ഒന്ന് കാണണം. നിങ്ങൾ ഈതനെ അറിയിക്കൂ, ഞാൻ ഡസൻ വന്നിരിക്കുന്നു. നീ ആര് എന്നുള്ളത് എന്റെ വിഷയമല്ല. നീ അകത്ത് മാസ്റ്ററെ കാണണമെങ്കിൽ ഞാൻ നിന്നെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അനുവദിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്റെ കയ്യിൽ തരണം. ഞാനത് അകത്ത് എത്തിക്കും. അകത്ത് അവരിത് നോക്കിയിട്ട് നാളെയോ മറ്റന്നോ സൗകര്യം പോലെ നിനക്ക് സമയം അലോട്ട് ചെയ്യും. അതാണ് സാധാരണ ഇവിടെ നടക്കുക. അങ്ങനെ ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞതും ഡസൻ മാക്സിമസിനെ ഒന്ന് നോക്കി. മാക്സിമസ് ആ നിമിഷം ആ വാഹനത്തിൽ നിന്ന് എഡിയെയും അതുപോലെ മാർക്കിനെയും വലിച്ച് പുറത്തിട്ടു. എഡി ലാങ്ഫോർഡിനെ മാക്സിമസ് ആ വാഹനത്തിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിയുകയായിരുന്നു എന്ന് പറയാം. ഒരു ശബ്ദത്തോടു കൂടി എഡി ആ ലാങ്ഫോർഡ് മാൻഷന്റെ മുന്നിലെ ആ ഗേറ്റിനടുത്ത് വന്ന് വീണതും ആ സെക്യൂരിറ്റിക്കാരൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഞെട്ടിപ്പോയ സെക്യൂരിറ്റിക്കാരൻ എഡിയുടെ അടുത്ത് നിന്ന് ഉറക്കെ ചോദിക്കുകയാണ്, യങ് മാസ്റ്റർ എന്തു പറ്റി? ആ സെക്യൂരിറ്റിക്കാരൻ അങ്ങനെ യങ് മാസ്റ്റർ എന്ന് പറഞ്ഞതും ഡസൻ ആ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, ഏയ്, വേഗം പോയി ഈതനെ വിളിച്ചോണ്ട് വാ. ഡസന്റെ പറച്ചിൽ ശരിക്കും വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു ശബ്ദത്തിലാണ്. ഒരു പതർച്ചയുമില്ലാതെ അതീവ ശാന്തമായി, എന്നാൽ ആജ്ഞാ സ്വഭാവത്തിലുള്ള ഡസൻ റൈസിന്റെ ആ ശബ്ദം ആ സെക്യൂരിറ്റിക്കാരന്റെ ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കി. അവൻ താഴെ കിടക്കുന്ന എഡിയെയും ഡസ്റ്റിനെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് ഒരൊറ്റ ഓട്ടം. ഈ കാഴ്ച വാഹനത്തിലിരിക്കുന്ന റോസ്ലിനെയും കാർലോസും അതുപോലെ മറ്റേ കാറിലിരിക്കുന്ന ഹെയ്സലിനും വ്യക്തമായി കണ്ടു. ആ സെക്യൂരിറ്റിക്കാരൻ അകത്തേക്ക് ഓടിയിരിക്കുന്നത് ഉറപ്പായും അകത്തുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരാനായിരിക്കുമെന്ന് അവർക്ക് പൂർണ്ണ ഉറപ്പാണ്. അവരുടെ ആ ധാരണ തെറ്റിയില്ല. ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ടീം മുകളിലെ ആ മാൻഷനിൽ നിന്ന് താഴേക്ക് നടന്നു വരികയാണ്. ഗേറ്റിന് നേരെ നടന്നു വരുന്ന ആ ടീമിനെ നയിക്കുന്നത് ലേശം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് പ്രായമുണ്ടെങ്കിലും അയാളുടെ ആ നടപ്പ് വല്ലാത്തൊരു ഗാംഭീര്യം ഉണർത്തുന്ന ശൈലിയിലാണ്. ഏറ്റവും മുന്നിൽ നടന്നു വരുന്നത് സാക്ഷാൽ ഈതൻ ലാങ്ഫോർഡ് തന്നെയാണ്. ഈതന്റെ ഇടതും വലതുമായി അതിശക്തരായ 2 ഗാർഡുകളുണ്ട്. കോട്ടും സ്യൂട്ടും അണിഞ്ഞിരിക്കുന്ന ആ ബോഡി ഗാർഡുകളെ കണ്ട മാക്സിമസ് പോലും ഒന്ന് വിറച്ചു എന്ന് പറയാം. അവരെ കണ്ടതും മാക്സിമസ് പെട്ടെന്ന് കാറിന്റെ ഭാഗത്തേക്ക് മാറി. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ ടീം അവിടെ എത്തി. ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഈതൻ നടന്നെത്തിയത് എഡിയുടെ അടുത്താണ്. എഡിയെ കണ്ട ഈതൻ ശരിക്കും നടുങ്ങിപ്പോയി എന്ന് പറയാം. എഡി ലാങ്ഫോർഡിന്റെ ദേഹം മുഴുവൻ അടികൊണ്ട പാടുകളുണ്ട്. ശരിക്കും ഇടികൊണ്ട് അയാളുടെ മുഖം വീർത്തിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട ഈതൻ ഉറക്കെ ആ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു, ഇടാ, ആരാ ഇത് ചെയ്തത്? കേൾക്കേണ്ട താമസം സെക്യൂരിറ്റിക്കാരൻ അവന്റെ വിരലുകൾ ഡസ്റ്റ് നേരെ ചൂണ്ടി. മാസ്റ്റർ, അവനാണ്. സെക്യൂരിറ്റിക്കാരൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഈതൻ ലാങ്ഫോർഡ് ഒന്ന് തിരിഞ്ഞു. ഈതൻ ലാങ്ഫോർഡിന്റെ കണ്ണുകൾ ഡസൻ റൈസിൽ പതിഞ്ഞതും ഈതന്റെ പെരുവിരൽ മുതൽ ഉച്ചി വരെ ഒരു വിറയൽ അതിവേഗം കടന്നു പോവുകയാണ്. ശരിക്കും ഈതൻ ഒന്ന് വിറച്ചുപോയെന്ന് പറയാം. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തെ ഇതാ അയാളുടെ ആ ലാങ്ഫോർഡ് മാൻഷന് മുന്നിൽ അയാൾ കാണുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് അയാൾ ഡസൻ റൈസിനെ കണ്ടിരുന്നു അങ്ങ് സ്വിൻഡനിൽ വെച്ച്. അന്ന് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഈതൻ ലാങ്ഫോർഡിന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈതൻ ലാങ്ഫോർഡ് ഡസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അന്ന് സാക്ഷാൽ റൂഫസ് റയസ് ആ സദസ്സിലേക്ക് കയറി വന്നത്. റൂഫസ് റൈസിനെ കണ്ട ആ നിമിഷം ഇപ്പോഴും ഈതൻ ലാങ്ഫോർഡിന്റെ മനസ്സിൽ അങ്ങനെ തന്നെ പച്ചപിടിച്ച് നിൽക്കുകയാണ്. ആ ഓർമ്മ ഈതൻ ലാങ്ഫോർഡിന്റെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇതാ ഡസൻ റൈസിനെ വീണ്ടും അയാൾ കാണുന്നത്. തന്നെ ഈതൻ കണ്ടു എന്ന് മനസ്സിലാക്കിയതും ഡസൻ ഈതനോട് പറഞ്ഞു, മിസ്റ്റർ ഈതൻ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ഈതനോട് പറഞ്ഞു, മിസ്റ്റർ ഈതൻ, നിങ്ങളുടെ ഈ ശേഷാറിനെ ശരിയായിട്ടുള്ള ശിക്ഷ കൊടുത്തല്ല വളർത്തുന്നത് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഡസൻ റൈസ് പറഞ്ഞ ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്ന് അടുത്ത നിമിഷം ഈതനൊപ്പം ആ മാൻഷനിൽ നിന്ന് അവിടെ എത്തിയ ആളുകൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ചും ആ സെക്യൂരിറ്റി ഗാർഡുകൾക്ക്. ഈതൻ എഡിയെ ഒന്ന് നോക്കിയതും എഡി ഈതനോട് പറഞ്ഞു, അങ്കിൾ, അവനാണ് മർദ്ദിച്ചെങ്കിൽ അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ. തറയിൽ വീണ് കിടക്കുന്ന എഡി ഒരു പരുവത്തിൽ എണീറ്റാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത്രയും പറഞ്ഞ
എഡ്ഡിക്ക് ബാക്കി പറയാൻ പറ്റും മുമ്പ് ഈഥൻ എഡിയെ ആഞ്ഞൊന്ന് അടിച്ചു. ശരിക്കും അതിശക്തമായിട്ടാണ് എഡിയെ ഈഥൻ അടിച്ചത്. അടിയേറ്റ എഡി ഒത്തിരി സ്റ്റെപ്പ് പുറകോട്ട് തെറിച്ചു. ശരിക്കും ആ കാഴ്ച ഹെയ്സലിനെയും കാർലോസിനെയും റോസിലിനെയും വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈഥൻ ലാങ്ഫോർഡ് റോയൽ കുടുംബവുമായി കണക്ഷനുള്ള അല്ലെങ്കിൽ റോയൽ കോർട്ടുമായി ബന്ധമുള്ള ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശേഷാറിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഡസൻ റൈസിനെ പിടിച്ചു കെട്ടാനുള്ള ഉത്തരവിടുമെന്നാണ് യഥാർത്ഥത്തിൽ കാർലോസും റോസിലിനും അതുപോലെ ഹെയ്സലും ഒക്കെ കരുതിയിരുന്നത്. അവരുടെ ആ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ഒരു കാര്യം ഇതാ സംഭവിക്കുകയാണ്. ഞെട്ടലോടെ ഹെയ്സൽ ആ ഗേറ്റിനകത്തേക്ക് നോക്കുമ്പോൾ അവൾ കാണുന്നത് ദൂരേക്ക് തെറിച്ചു വീണ എഡിയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ഈഥനെയാണ്. എഡി തറന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഈഥൻ അടുത്തെത്തുകയും അയാളുടെ കയ്യിലിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് എഡിയെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. ശരിക്കും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുക എന്നൊക്കെ അവൾ പറയില്ലേ, അതേ ശൈലിയിൽ എഡിയെ ഈഥൻ തല്ലി തുടങ്ങി. പൊതിരെ തല്ലുകയാണ്. തല്ലുന്നത് ലാങ്ഫോർഡിന്റെ കാരണവരായ ഈഥൻ ലാങ്ഫോർഡ് ആയതുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. എഡിയാണെങ്കിൽ ഉറക്കെ കരയുന്നു. അവന്റെ കരച്ചിലിനെ വകവയ്ക്കാതെ ഈഥൻ അവനെ തലങ്ങും വിലങ്ങും തല്ലുമ്പോൾ ഡസൻ റൈസ് ഈഥനോട് പറഞ്ഞു, മിസ്റ്റർ ഈഥൻ, ഇനിയും തല്ലിയാൽ അവൻ ചിലപ്പോ മരിച്ചു പോകും. ഡസൻ റൈസിന്റെ ശബ്ദം കേട്ടതും ഈഥൻ കൂടെയുള്ള ആളുകളെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇവനെ അകത്തേക്ക് കൊണ്ടുപോകും. എഡിയെ അകത്തേക്ക് കൊണ്ടുപോയി ആവശ്യമായ മരുന്ന് വെച്ച് കെട്ടാനുള്ള നിർദ്ദേശമാണ് ഈഥൻ ലാങ്ഫോർഡ് കൊടുത്തതെന്ന് വ്യക്തമാണ്. ഈഥന്റെ ഉത്തരവ് കിട്ടിയതും സെക്യൂരിറ്റി ഗാർഡുകൾ എഡിയും കൂടെ മാർക്കിനെയും അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി. സെക്യൂരിറ്റി ഗാർഡുകൾ എഡിയും മാർക്കിനെയും അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞതും ഡസൻ റൈസിന്റെ അടുത്തേക്ക് നടന്നു വന്ന ഈഥനോടായി ഡസൻ പറഞ്ഞു, മിസ്റ്റർ ഈഥൻ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കേട്ടതും ഈഥൻ ഡസനോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഈഥൻ ലാങ്ഫോർഡ് അയാളുടെ മാൻഷന് നേരെ നടന്നു തുടങ്ങി. ശരിക്കും വിശാലമായ ഒരു കൊട്ടാരമാണ് ലാങ്ഫോർഡ് മാൻഷൻ എന്ന് പറയുന്നത്. അനവധി നിലകളിലായി പടുത്തുയർത്തിയിരിക്കുന്ന കൂറ്റൻ കൊട്ടാരത്തിലേക്ക് ഈഥൻ ലാങ്ഫോർഡും ഒരു ടീമും നടന്നു പോകുമ്പോൾ ആ ടീമിന്റെ ഉള്ളിലാണ് ഇപ്പോ മാക്സിമസ് കെയ്നും അതുപോലെ ഡസൻ റൈസ്. ഈഥൻ ലാങ്ഫോർഡിൻ ടീമും ഡസൻ റൈസിനെയും മാക്സിമസ് കെയ്നെയും ആ ലാങ്ഫോർഡ് മാൻഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച താഴെ കാറിലിരിക്കുന്ന ആ മൂവർ സംഘം കണ്ടു. ഹെയ്സലിന് ആ കാഴ്ച ഒരു വല്ലാത്ത അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. അവൾ പ്രതീക്ഷിച്ചത് ലാങ്ഫോർഡ് ഡസ്റ്റനോട് തട്ടിക്കയറുമെന്നാണ്. പക്ഷെ അതുണ്ടായില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അതിനെക്കുറിച്ച് ഹെയ്സൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർലോസ് അയാളുടെ കാറ് ഹെയ്സലിന്റെ കാറിന്റെ തൊട്ടുപുറകിൽ കൊണ്ട് നിർത്തി. അതിനുശേഷം കാർലോസും റോസലും കൂടി കാറിൽ നിന്നിറങ്ങി. അവർ ഹെയ്സലിന്റെ അടുത്ത് വന്നു. ഹെയ്സൽ, നീ ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാർലോസ്, ഇതേ കാര്യമല്ലേ കാംകോസിന്റെ മുന്നിൽ വെച്ചും നിങ്ങൾ എന്നോട് പറഞ്ഞത്? കാംകോസ് ടവറിനുള്ളിൽ ഡസൻ റൈസ് പെട്ട ആ നിമിഷത്തിൽ ഡസനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് കാർലോസും റോസലിനും ഹെയ്സലോട് പറഞ്ഞതാണ്. അതേ കഥ തന്നെയാണ് ഇതാ കാർലോസ് വീണ്ടും പറയുന്നത്. ഹെയ്സലിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് റോസലിനാണ്. ഹെയ്സൽ, ഇത് അങ്ങനെയൊന്നുമല്ല. ലാങ്ഫോർഡ് മാൻഷനകത്തേക്കാണ് ഡസനെ കൊണ്ടുപോയിരിക്കുന്നത്. ഡസന്റെ ബോഡി പോലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹെയ്സലിനോട് കാർലോസും റോസലിനും ഡസൻ റൈസ് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ലാങ്ഫോർഡ് മാൻഷനിലെ സ്വീകരണ മുറിയിലേക്ക് ഡസൻ റൈസുമായി സാക്ഷാൽ ഈഥൻ ലാങ്ഫോർഡ് എത്തി. സ്വീകരണ മുറിയിലേക്ക് ലാങ്ഫോർഡിനൊപ്പം ഒത്തിരി ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അവരോടായി ഈഥൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പുറത്തു പോകണം. കേൾക്കേണ്ട താമസം ലാങ്ഫോർഡ് കുടുംബവുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ എല്ലാ വാതിലുകളും ജനാലകളും അടയ്ക്കുന്നുണ്ട്. അകത്തിപ്പോ മാക്സിമസ് കെയ്നും ഡസൻ റൈസും ഈഥൻ ലാങ്ഫോർഡാ ഉള്ളത്. അത് കണ്ടതും ഡസൻ മാക്സിമസിനോട് പറഞ്ഞു, മാക്സിമസ് പുറത്ത് വിശ്രമിക്കട്ടോ. കേൾക്കേണ്ട താമസം മാക്സിമസ് അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. മാക്സിമസ് പുറത്തിറങ്ങിയതും പരിചാരകർ ആ വാതിലും അങ്ങ് അടച്ചു. ഇപ്പൊ അകത്ത് ഈഥൻ ലാങ്ഫോർഡും ഡസൻ റൈസും മാത്രമാണുള്ളത്. എല്ലാ ആളുകളും ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മനസ്സിലായതും ഈഥൻ ലാങ്ഫോർഡ് തലകുനിച്ച് ഡസനെ വണങ്ങി. പ്രിൻസസ്, ക്ഷമിക്കണം, എന്റെ ശേഷാറിന് ഒരു അബദ്ധം പറ്റിയതാണ്. വെസ്റ്റ് ലൂക്കോസിയുടെ യുവരാജാവായ ലോഗൻ റൈസിന് മുന്നിൽ ഈഥൻ ലാങ്ഫോർഡ് തലകുനിച്ച് വണങ്ങിയതും ഡസൻ ഈഥനോട് പറഞ്ഞു, മിസ്റ്റർ ഈഥൻ, ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. ഞാനത് കാര്യമായി എടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില സഹായങ്ങൾ വേണം. പ്രിൻസ്, ഞാൻ എന്ത് സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? വളരെ താല്പര്യത്തോടുകൂടി ഈഥൻ അങ്ങനെ ചോദിച്ചതും ഡസൻ ഈഥനോട് പറഞ്ഞു, മിസ്റ്റർ ഈഥൻ, ഞാൻ ഈ സ്റ്റോണിയിൽ കുറച്ച് ദിവസം ഉണ്ടാവും. എനിക്ക്
എന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ കുറച്ച് പണം ആവശ്യമുണ്ട്. പ്രിൻസ്, അങ്ങേക്ക് എത്ര പണമാണ് വേണ്ടത്? $100 മില്യൺ മതിയോ അതോ 200 മില്യൺ വേണോ? ഈതൻ ലാങ്ക്ഫോർഡിന് ഡസൻ റൈസ് അയാളുടെ പണം ചോദിച്ചു കേട്ടപ്പോൾ ശരിക്കും സന്തോഷമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് $200 മില്യൺ ആണെങ്കിലും അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഈതൻ പറഞ്ഞത്. അത് കേട്ടതും ഡസൻ ഈതനോട് പറഞ്ഞു, മിസ് ഈതൻ, എനിക്കിങ്ങനെ പണം കൊടുക്കൂടെ വാങ്ങിച്ചുള്ള ശീലമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് പണം ലഭിക്കാനുള്ള ഒരു മാർഗം ചെയ്തു തന്നാൽ മതി. മാർഗം ഞാൻ തന്നെ പറയാം. നിങ്ങളുടെ അധീനതയിലല്ലേ ആ കാംപ് കോസ്റ്റ് ടവർ ഉള്ളത്? അത് എനിക്ക് തന്നേരെ. അതിന് നല്ല റവന്യൂ ഉണ്ട്, അത് മതിയാവും എന്റെ ചെലവുകളൊക്കെ നടത്താൻ. സ്റ്റോണിയ എന്ന് പറയുന്നത് ഏകദേശം 500 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു വലിയ സ്റ്റേറ്റ് ആണ്. ഏറ്റവും നടുക്കുള്ള സ്റ്റോണിയുടെ ഭാഗത്തെ ഫോർബിഡൻ സിറ്റി എന്നാ വിളിക്കുക. ആ വിലക്കപ്പെട്ട നഗരത്തിന് ചുറ്റുമായി 4 ഡിസ്ട്രിക്റ്റുകൾ. അതാണ് സ്റ്റോണിയുടെ ഒരു പശ്ചാത്തലം. സൗത്ത് മേഖലയിൽ സദേൺ സിറ്റി, നോർത്തിൽ നോർത്ത് സിറ്റി, അതുപോലെ വെസ്റ്റ് സിറ്റിയും ഈസ്റ്റ് സിറ്റിയൊക്കെ ഉണ്ട്. ഈ 4 സിറ്റികളുടെയും ഒത്ത നടുക്കായിട്ടാണ് സെൻട്രൽ സിറ്റി വരുന്നത്. സെൻട്രൽ സിറ്റിയാണ് ഫോർബിഡൻ സിറ്റി എന്ന് വിളിക്കുക. രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉള്ളത് ഈ ഫോർബിഡൻ സിറ്റിക്കകത്താണ്. സൗത്ത് സിറ്റിയിൽ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ കാംപ് കാസ്റ്റ് ടവർ എന്ന് പറയുന്നത്. ലാങ്ക്ഫോർഡുകാരുടെ ഒരു റവന്യൂ സോഴ്സ് ആണ് ഈ കാംപ് കാസ്റ്റ് ടവർ. അവിടെ അടിപൊളി ഒരു കാസിനോ ഉണ്ട്. ആ കാംപ് കാസ്റ്റ് ടവർ വിട്ടുകൊടുക്കണമെന്നാണ് ഡസൻ റൈസ് ഇപ്പോൾ ലാങ്ക്ഫോർഡിനോട് പറയുന്നത്. ഡസന്റെ വാക്കുകൾ കേട്ട് ഈതൻ അറിയാതെ ഡസനോട് ചോദിച്ചു പോവുകയാണ്, പ്രിൻസ്, അങ്ങെന്താ ചോദിച്ചത്? കാംപ് കോസ്റ്റ് വേണോന്ന്? അതേ മിസ്റ്റർ ഈതൻ, എന്താ അല്ലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ല, ഞാൻ തരാം തരാം തരാം. ഡസൻ റൈസ് ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ അയാൾ വില്ലിങ് ആവുകയാണ്. കാംപ് കോസ്റ്റ് ടവർ ഡസന് കൊടുക്കാന്ന് പറഞ്ഞതും ഡസൻ ഈതനോട് പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടത് ചില ചെടികളാണ്. എനിക്ക് അപൂർവ ഇനങ്ങളിലുള്ള ചില ചെടികളുടെ കളക്ഷൻ ഉണ്ട്. ആ ചെടികൾ എനിക്ക് നിങ്ങൾ സംഘടിപ്പിച്ചു തരണം. പ്രിൻസ്, ഏത് ചെടിയാണ് വേണ്ടത് പറഞ്ഞോളൂ, ഞാൻ എത്ര വേണമെങ്കിലും സംഘടിപ്പിച്ചു തരാം. എനിക്ക് വേണ്ടത് ഐസ് ഹാർട്ട് ലോട്ടസും അതുപോലെ ബോൺമാരോ ജെയ്ഡുമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ആ 2 ചെടികളുടെയും പേരുകൾ ഡസൻ റൈസ് പറഞ്ഞതും അതുവരെ നിൽക്കുകയായിരുന്ന ഈതൻ ലാങ്ക്ഫോർഡ് അറിയാതെ അയാളെ കസേരയിൽ ഇരുന്നു പോവുകയാണ്. ശരിക്കും അയാൾ ഞെട്ടിയെന്ന് പറയാം. മിസ്റ്റർ ഈതൻ, എന്തു പറ്റി? പ്രിൻസ്, ഇതൊക്കെ അപൂർവം ചെടികളല്ലേ, ഇതെങ്ങനെ സംഘടിപ്പിക്കും? മിസ്റ്റർ ഈതൻ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചെടികൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, ഉറപ്പായും കിട്ടും. എന്താ, അത് പറ്റില്ലെന്നുണ്ടോ? ഏയ്, അങ്ങനെയല്ല, പറ്റും പറ്റും പറ്റും, ഞാൻ ശ്രമിക്കാം, ഉറപ്പായി സംഘടിപ്പിച്ചു തരാം. ഈതൻ ലാങ്ക്ഫോർഡ് വീണ്ടും ഡസൻ പറഞ്ഞ കാര്യം സമ്മതിച്ചതും ഡസൻ ഈതനോട് പറഞ്ഞു, ഇനി എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഡസൻ ഇനി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വല്ലാത്തൊരു ഭയത്തോടു കൂടി ഈതൻ ലാങ്ക്ഫോർഡ് ഡസന് നോക്കിയതും ഡസൻ ഈതനോട് പറഞ്ഞു, മിസ്റ്റർ ഈതൻ, നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിൻസ്, അങ്ങേക്ക് എന്ത് കാര്യമാണ് എന്നിൽ നിന്ന് അറിയേണ്ടത്? മിസ്റ്റർ ഈതൻ, 11 കൊല്ലങ്ങൾക്ക് മുമ്പ് റൈസ് കുടുംബം ഇവിടെ ഈ സ്റ്റോണിയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. എനിക്ക് എന്റെ അമ്മ ഉൾപ്പെടെയുള്ള എന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ട ആ കൂട്ടക്കൊല ആരാണ് നടത്തിയെന്നും ആരൊക്കെയാണ് അതിന്റെ പിന്നിലെന്നുമാണ് അറിയേണ്ടത്. ഈതൻ ലാങ്ക്ഫോർഡ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഡസൻ റൈസ് ഇതാ മുന്നോട്ട് വെച്ചത്. ഏകദേശം 11 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സ്റ്റോണിയുടെ ആ ഫോർബിഡൻ സിറ്റിക്കുള്ളിൽ വെച്ച് ഒരു കൂട്ടക്കൊല അരങ്ങേറിയത്. വെസ്റ്റ് ലുക്കോസിയുടെ രാജാവായ സാക്ഷൽ റൂഫസ് റൈസിന്റെ കുടുംബം ഒന്നടങ്കം അവിടെ ആക്രമിക്കപ്പെടുകയായിരുന്നു. മൂത്ത മകനായ ഡസൻ റൈസും അവന്റെ അമ്മ വിക്ടോറിയയും ഉൾപ്പെടെ അവിടെ ആക്രമിക്കപ്പെട്ടിരുന്നു. അന്നത്തെ ആ കൂട്ടക്കൊലയിൽ റൂഫസ് റൈസിന്റെ ആ റൈസ് കുടുംബം പൂർണ്ണമായും ഇല്ലാതായെന്നാണ് എല്ലാവരും കരുതിയത്. റൂഫസ് റൈസും 2ാം ഭാര്യ ഇളാരയും മകൻ തോറിയനും ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു എന്നാണ് സ്റ്റോണിയിൽ എല്ലാവരും കരുതിയിരിക്കുന്നത്. അന്നത്തെ കൂട്ടക്കൊലയിൽ നിന്ന് തികച്ചും യാദൃശ്യവശാൽ രക്ഷപ്പെട്ട വ്യക്തിയാണ് ലോഗൻ റൈസ്. അക്കാര്യം ഈതന് ഇപ്പോൾ അറിയാം. അന്നത്തെ ആ കൂട്ടക്കൊലയെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയത് ലാങ്ക്ഫോർഡ് കുടുംബത്തിലെ ഈതൻ ലാങ്ക്ഫോർഡ് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോ ഡസൻ റൈസിന്റെ ചോദ്യം കേട്ടതും ഈതൻ ഡസനോട് പറഞ്ഞു, പ്രിൻസ് ലോഗൻ, സത്യമായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല, അന്നത്തെ ആ കൂട്ടക്കൊലയെക്കുറിച്ച് അങ്ങയുടെ പിതാവ് തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നതാണ്. അവർ അന്വേഷിച്ച് കണ്ടെത്തിയതിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈതൻ, നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ പാടില്ല. നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഈ ലാങ്ക്ഫോർഡ് കുടുംബം തുടച്ചു നീക്കപ്പെടാൻ ഇടയാകുന്ന ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. അന്ന് നിങ്ങളെ സകലരും കൈയൊഴിഞ്ഞപ്പോൾ
എൻ്റെ അമ്മ മുൻകൈ എടുത്താണ് അച്ഛനെ കൊണ്ട് നിങ്ങളെ സംരക്ഷിപ്പിച്ചത്. ലാങ്ഫോർഡിന്റെ തലവൻ ഈതൻ ലാങ്ഫോർഡിന് ആ കാര്യങ്ങൾ വ്യക്തമായി ഓർമ്മയുണ്ട്. റൂഫസ് റൈസിന്റെ ഭാര്യ വിക്ടോറിയ അന്ന് കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലാങ്ഫോർഡ് കുടുംബം അന്നേ അപ്രത്യക്ഷമായനെ. റൂഫസ് റൈസിനോട് ആദ്യം ലാങ്ഫോർഡ് കുടുംബത്തിന് വേണ്ടി ഈതൻ സഹായം ചോദിച്ചതാണ്. റൂഫസ് റൈസ് അന്ന് വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചതുമാണ്. റൂഫസ് റൈസിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ലാങ്ഫോർഡ് കുടുംബത്തെ രക്ഷിച്ചത് ഡസിന്റെ അമ്മ വിക്ടോറിയയാണ്. ആ വിക്ടോറിയയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഡസൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഡസൻ ഈഥനോട് പറഞ്ഞു, എൻ്റെ അമ്മ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ശരിക്കും ആത്മാർത്ഥമായിട്ട് സഹായിച്ചതാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഡസൻ റൈസിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ആ സംഭാഷണം കേട്ടതും ഈഥൻ ഡസനോട് പറഞ്ഞു, പ്രിൻസ് ലോഗൻ, ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ അന്വേഷിക്കാം. ഞാൻ അറിയുന്ന ഏത് കാര്യവും ഉറപ്പായും പ്രിൻസിനെ അറിയിക്കാം. എനിക്കൊരിക്കലും പ്രിൻസിന്റെ അമ്മ വിക്ടോറിയ രാജ്ഞിയുടെ ആ സഹായത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. റൂഫസ് റൈസിന്റെ ഭാര്യ വിക്ടോറിയ രാജ്ഞി അന്ന് ലാങ്ഫോർഡ് കുടുംബത്തെ താങ്ങി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോ ഈ സംഭാഷണത്തിലുള്ള അവസരം പോലും ഉണ്ടാകുമായിരുന്നില്ല. ഈതൻ ലാങ്ഫോർഡും അയാളുടെ കുടുംബത്തിലെ സകല ആളുകളും സത്യത്തിൽ വിക്ടോറിയയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോ വിക്ടോറിയയുടെ മകനോട്. അതുകൊണ്ട് തന്നെ വിക്ടോറിയയുടെ മകനോട് അവർക്ക് ശരിക്കും കടപ്പാടുണ്ട്. ആ വിക്ടോറിയയുടെ മകൻ സാക്ഷാൽ ലോഗൻ റൈസാണ് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അയാളുടെ അമ്മയും അയാളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഒക്കെ അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് ആരുടെ ഉത്തരവിന്റെ പിൻബലത്തിലാണ്? ആരൊക്കെയാണ് അന്നത്തെ ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കളിച്ച വ്യക്തികൾ? എന്തായിരുന്നു കാരണം? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനാണ് യഥാർത്ഥത്തിൽ ഡസൻ സ്റ്റോണിലേക്ക് വന്നിരിക്കുന്നത്. ഡസന്റെ അമ്മയും ബന്ധുക്കളെയും കൊന്നൊടുക്കിയ ആരെയും വെറുതെ വിടാൻ ഡസൻ ഉദ്ദേശിക്കുന്നില്ല. ഡസന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഈഥന് ആ കാര്യം 100% ഉറപ്പാണ്. ശരിക്കും ദേഷ്യം കൊണ്ട് ഡസന്റെ മുഖം ജ്വലിക്കുന്നത് ഈഥന് നന്നായി കാണാം. ഭയന്നുപോയ ഈഥൻ ലാങ്ഫോർഡ് ഡസനോട് പറഞ്ഞു, പ്രിൻസ് പ്രിൻസ്. പെട്ടെന്ന് ഈഥൻ ലാങ്ഫോർഡ് പ്രിൻസ് പ്രിൻസ് എന്ന് അടുപ്പിച്ച് വിളിച്ചപ്പോഴാണോ ഡസൻ റൈസ് ആ പഴയ സംഭവങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നത്. ഒരു നിമിഷം ഡസന്റെ മനസ്സ് അന്നത്തെ ആ കാലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. അവനും അവന്റെ അമ്മയും ബന്ധുക്കളും കൂടി ബന്ധുകൂടിയായ ചക്രവർത്തിയെ കാണാനായി കൊട്ടാരത്തിലേക്ക് വന്ന ആ ദിവസങ്ങൾ, ശരിക്കും ആഹ്ലാദത്തിന്റെ ആ ദിവസങ്ങൾ ഡസന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ചക്രവർത്തിയെ ഒന്നിച്ച് ഇപ്പോഴത്തെ എംപ്രസ് പവലിനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ആ നിമിഷങ്ങളൊക്കെ ഡസന്റെ മനസ്സിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആ സന്തോഷകരമായ ദിവസങ്ങളുടെ അവസാനത്തിലാണ് സ്റ്റോണിയെ മുഴുവൻ നടുക്കിയ ആ കൊലപാതക പരമ്പര നടക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഡസന്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റിലുണ്ടാവുകയാണ്. ഡസനെ നോക്കി ഈഥൻ പറഞ്ഞു, പ്രിൻസ് ലോഗൻ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും അങ്ങ് വിഷമിക്കണ്ട. കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ കളക്ട് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എനിക്ക് കയറിപ്പറ്റാൻ കഴിയുന്ന എല്ലാ സ്ഥലത്തെയും ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യും. ചക്രവർത്തിയുടെ സഹോദരി ഇളാര ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഭാഗത്തേക്ക് കടക്കാൻ തനിക്ക് അനുവാദമില്ല എന്ന് ലാങ്ഫോർഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ലാങ്ഫോർഡ് ആ ശൈലിയിൽ ഒരു വാചകം ഡസൻ റൈസിനോട് പറഞ്ഞത്. ഡസന്റെ മനസ്സിൽ ഒരു മുള്ളുണ്ട്. ആ മുള്ള് സാക്ഷാൽ ഇളാരയാണ്. അവന്റെ അമ്മ വിക്ടോറിയയുടെ മരണത്തിൽ ഇളമയായ ഇളാരയ്ക്ക് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഡസന്റെ മനസ്സിൽ രൂപം കൊണ്ടിട്ട് കാലം ഒരുപാടായി. വെസ്റ്റ് ലൂക്കോസിയുടെ അടുത്ത അധികാരി ആകേണ്ടത് സ്വാഭാവികമായും മൂത്ത മകനായ ലോഗൻ റൈസ് ആണ്. ലോഗന് ആ അധികാരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ലോഗനെയും വിക്ടോറിയയും വകവരുത്താൻ ഇളാര ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതാണോ? ആ സംശയമാണ് ഡസന്റെ മനസ്സിലുള്ളത്. ഡസന്റെ മനസ്സിലുള്ള സംശയം അതുപോലെ തന്നെ ഈഥന്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈഥൻ ഡസനോട് പറഞ്ഞത്, ലാങ്ഫോർഡ് കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ കളക്ട് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ അയാൾക്ക് കഴിയുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഡസൻ അതങ്ങ് സമ്മതിച്ചു. ഡസൻ അറിയാം, ഈഥൻ ലാങ്ഫോർഡിനെ കൊണ്ട് പറ്റുന്നതേ ഈഥൻ ലാങ്ഫോർഡിനെ കളക്ട് ചെയ്യാൻ പറ്റൂ. ഈഥൻ കാര്യങ്ങൾ സമ്മതിച്ചതും ഡസൻ ഈഥനോട് പറഞ്ഞു, അപ്പോ ഞാൻ പറഞ്ഞ ആ ചെടികളുടെ കാര്യം മറക്കരുത്. ആ ചെടികൾ എവിടെ ഉണ്ടെങ്കിലും ആ വിവരം എന്നെ അറിയിക്കണം. എന്ത് വില കൊടുത്താണെങ്കിലും നമുക്കത് വാങ്ങണം. ഡസൻ ഉപയോഗിച്ച വാക്കതാണ്, നമുക്ക് അത് വാങ്ങണമെന്നാണ്. ഈഥൻ ലാങ്ഫോർഡിനെ കൂടി ഡസൻ റൈസ് അയാളുടെ ഭാഗമാക്കുകയാണ്. സ്റ്റോണിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഡസന് ചെയ്യേണ്ടതുണ്ട്. അതിന് വൻതോതിൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഡസൻ എതിരിടാൻ പോകുന്നത് അതിശക്തരായ ആളുകളോടാണെന്ന് ഡസൻ ഇപ്പോൾ നന്നായിട്ട് അറിയാം. സ്വിൻഡനിലോ മിൽസ്ബർഗിലോ ഡസൻ നേരിട്ട കഥാപാത്രങ്ങളൊന്നും അല്ല സ്റ്റോണിയിലുള്ളത്. രാജ്യതലസ്ഥാനമായ സ്റ്റോണിയെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവരെയാണ് താൻ നേരിടേണ്ടത്.
അങ്ങനെ അവരെ നേരിടാൻ തനിക്ക് അതിശക്തമായ പിന്തുണ ആവശ്യമുണ്ടെന്ന് ഡസ്റ്റിന് നന്നായിട്ട് അറിയാം. ഡസ്റ്റിന് അതുകൊണ്ട് കൂടിയാണ് എഡിയെ കിട്ടിയപ്പോൾ എഡിക്കൊപ്പം നേരെ ലാങ്ഫോർഡിൽ എത്തിയത്. ഈതൻ ലാങ്ഫോർഡിന് ഇപ്പോ ശ്വാസം ഏതാണ്ട് നേരെ വീണതുപോലെയാണ്. സാക്ഷാൽ പ്രിൻസ് ലോഗൻ റൈസ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാത്ത ഒരു കാര്യത്തിനാണ് ലാങ്ഫോർഡിലേക്ക് വന്നതെങ്കിൽ ലാങ്ഫോർഡ് കുടുംബം ഏതാണ്ട് തീരുമായിരുന്നു. ഈതൻ ലാങ്ഫോർഡുമായിട്ടുള്ള ഡസ്റ്റിൻ റൈസിന്റെ ചർച്ച കഴിഞ്ഞതും മാക്സിമസ് കെയിനെ ആ മുറിയിലേക്ക് വിളിപ്പിച്ചു. മാക്സിമസ് കെയിൻ അകത്തേക്ക് വന്നതും ടീയും സ്നാക്സും ഒക്കെ സപ്ലൈ ചെയ്യപ്പെട്ടു. ഡസ്റ്റിൻ റൈസും ഈതൻ ലാങ്ഫോർഡും മാക്സിമസ് കെയിനും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പുറത്ത് കാർലോസും റോസലിനും കൂടി ഹെയ്സലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെയ്സലിനെ ദേഷ്യം പിടിപ്പിക്കത്തക്ക ശൈലിയിൽ അവർ ഡസ്റ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെയ്സൽ അവരോട് പറഞ്ഞു, ഏയ് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പറയുന്നതൊന്നും നടക്കില്ല. ഹെയ്സൽ നീ എന്തായി പറയുന്നത്? ലാങ്ഫോർഡ് കുടുംബത്തിന് മുന്നിൽ ഡസ്റ്റിൻ ആരാ? ഡസ്റ്റിൻ ഒരു നോബഡിയല്ലേ? ഡസ്റ്റിൻ ആരുടെ പിന്തുണയാ ഉള്ളത്? ഡസ്റ്റിൻ എങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് വന്ന ആളല്ലേ? ഈ സ്റ്റോറിയെ കുറിച്ച് ഡസ്റ്റിന് ഒന്നും അറിയത്തില്ല. ഡസ്റ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റോസ്ലിനും അതുപോലെ കാർലോസും ഹെയ്സലിനോട് പറയുമ്പോൾ ഹെയ്സൽ അവളെ കൊണ്ട് പറ്റാവുന്ന ശൈലിയിലൊക്കെ ഡസ്റ്റിൻ റൈസിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ആ ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഡസ്റ്റിന് ശബ്ദം കേട്ടത്. ഏയ് എന്താ ഇവിടെ? ശബ്ദം കേട്ട് റോസ്ലിനും കാർലോസും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. ഡസ്റ്റിൻ റൈസും മാക്സിമസ് കെയിനും ആ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങിയത് കാർലോസും റോസ്ലിനും ഹെയ്സലും കണ്ടില്ല എന്നതാണ് സത്യം. ഡസ്റ്റിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയെങ്കിലും ഹെയ്സലിന് ഭയങ്കര സന്തോഷം. അതേസമയം റോസ്ലിനും കാർലോസും വല്ലാതെ ഭയന്നിട്ടുണ്ട്. ഭയന്നുപോയ കാർലോസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ നിനക്കൊന്നും പറ്റിയില്ലേ? കാർലോസ് നീ എന്തായി ചോദിക്കുന്നത്? ഞാൻ ജീവനോടെ തിരിച്ചു വന്നത് നിനക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലേ? ഡസ്റ്റിൻ അതല്ല ഞാൻ മറ്റൊന്നും ആലോചിച്ചു പോയി, ഞാൻ പോവുകയാണെ. അങ്ങനെ പറഞ്ഞിട്ട് കാർലോസ് ഓടി വന്ന് അയാളുടെ കാറിലേക്ക് കയറി. തൊട്ടു പുറകെ പാസഞ്ചർ സീറ്റിലേക്ക് റോസ്ലിനും ഓടി ഒന്ന് കയറി. അത് കണ്ടതും മാക്സിമസ് കെയിൻ കാർലോസിന്റെ ആ ഡോറിനടുത്തെത്തി. നിങ്ങൾ അങ്ങനെയൊക്കെ പോയാലോ? അങ്ങനെ കാർലോസിനോട് മാക്സിമസ് ചോദിച്ചതും മാക്സിമസിനോടായി ദേഷ്യപ്പെട്ട കാർലോസ് പറഞ്ഞു, ഏയ് നീ ആരായാലും ഇടപെടാൻ? ചോദിക്കേണ്ട താമസം കാർലോസിന്റെ ആ ഡോറ് മാക്സിമസ് അങ്ങ് വലിച്ചു തുറന്നു. ഈ സമയത്ത് കാറ് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു കാർലോസ് കാർ സ്റ്റാർട്ടാക്കാനായി കീയിൽ ഒന്ന് തൊടാൻ പോയതും ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുകയാണ്. മാക്സിമസ് ആ സ്റ്റിയറിംഗ് വീലിൽ ഒന്ന് പിടിച്ചു. ആ സ്റ്റിയറിംഗ് വീലിന്റെ പുറകിലിരിക്കുന്ന കാർലോസും പാസഞ്ചർ സീറ്റിരിക്കുന്ന റോസ്ലിനും മാക്സിമസ് ആ സ്റ്റിയറിംഗ് വീലിലേക്ക് പിടിക്കുന്നത് കണ്ടുവെങ്കിലും അടുത്ത നിമിഷത്തിൽ അവിടെ സംഭവിച്ച കാര്യം അവർക്കങ്ങോട്ട് മനസ്സിലാക്കാത്ത ഒന്നാണ്. ആ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച മാക്സിമസ് പെട്ടെന്ന് ഒരൊറ്റ വലി. ആ സ്റ്റിയറിംഗ് വീൽ മാക്സിമസ് ഒറ്റ കൈകൊണ്ട് വലിച്ചിങ്ങ് പുറത്തെടുക്കുകയായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് അത് സംഭവിച്ചത്. തന്റെ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന സ്റ്റിയറിംഗ് ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു മിന്നൽ പോലെ ആ സ്റ്റിയറിംഗ് വീൽ കാർലോസിന്റെ ഷോൾഡർ മുന്നിലൂടെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നത് കാർലോസ് കണ്ടിരുന്നു. കാർലോസ് ഒന്ന് തിരിയപ്പോൾ കാർലോസ് കാണുന്നത് പറന്നു പോകുന്ന ആ സ്റ്റിയറിംഗ് ആണ്. ആ കാറിൽ നിന്ന് വലിച്ചെടുത്ത സ്റ്റിയറിംഗിന് മാക്സിമസ് പുറകോട്ടൊരൊറ്റ കയറി. ആ സ്റ്റിയറിംഗ് അങ്ങനെ ആകാശത്തൂടെ പറന്ന് കോട്ട പോലെ കെട്ടി ഉയർത്തിയിരിക്കുന്ന ലാങ്ഫോർഡുകാരുടെ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് ചെന്ന് വീഴുന്നത് വ്യക്തമായും കാർലോസും റോസ്ലിനും കണ്ടു. ആ കാഴ്ച അവരുടെ പെരുവിരൽ മുതൽ ഒരു വിറയലുണ്ടാക്കുകയാണ്. രണ്ടുപേരും നന്നായി ഭയന്നിട്ടുണ്ട്. ഈ നിമിഷത്തിൽ ഡസ്റ്റിൻ റൈസ് റോസ്ലിനോട് ചോദിച്ചു, റോസ്ലിൻ നീ ലോറൻസിനെ കുറിച്ച് എന്തോ പറയാനാണല്ലോ എന്നെ വിളിച്ചു വരുത്തിയത്, എന്താ നിനക്ക് പറയാനുള്ളത്? ഡസ്റ്റിൻ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ റോസ്ലിൻ പറഞ്ഞതും മാക്സിമസ് കാറിന്റെ മുൻപിലൂടെ റോസ്ലിന്റെ ഭാഗത്തെത്തി. മാക്സിമസ് ഡസ്റ്റിന്റെ അടുത്തെത്തിയതും ഡസ്റ്റിൻ മാക്സിമസിനൊന്ന് നോക്കി. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് മാക്സിമസിന്റെ ഇടിയേറ്റ് റോസ്ലിന്റെ ഭാഗത്തുള്ള ആ ഗ്ലാസ് ഡോർ തകരുന്നതാണ്. തകർന്ന ഗ്ലാസ് ഡോറിനകത്തുകൂടി മാക്സിമസ് കൈയിട്ട് റോസ്ലിന്റെ തലമുടി ഒന്ന് പിടിച്ചു. അടുത്ത നിമിഷത്തിൽ ആ തകർന്ന വാതിലിനിടയിലൂടെ റോസ്ലിൻ ആകാശത്തേക്ക് പൊങ്ങി വരികയാണ്. റോസ്ലിന്റെ തലമുടി പിടിച്ച മാക്സിമസ് ആ കാറിൽ നിന്ന് ഒറ്റ വരിക്ക് റോസ്ലിനെ പുറത്തെടുത്തു. അവരെ ആകാശത്തുനിന്ന് ഉയർത്തിയിട്ട് താഴെ നിർത്തുമ്പോൾ റോസ്ലിൻ നിന്ന് വിറയ്ക്കുകയാണ്. ശരിക്കും അവൾ ഭയന്നിട്ടുണ്ട്. ഭയന്നുപോയ റോസ്ലിന്റെ കൺമുന്നിൽ പെട്ടെന്ന് ഒരു ബോട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഡസ്റ്റിന്റെ കയ്യിൽ ഒരു പച്ച നിറത്തുള്ള ബോട്ടിലിരിക്കുകയാണ്. ആ ബോട്ടിൽ ഡസ്റ്റിൻ റോസ്ലിനെ കാണിച്ചിട്ട് റോസ്ലിനോട് പറഞ്ഞു, ഈ ബോട്ടിലിനുള്ളത് ശരീരങ്ങൾ വേഗം അഴുകാനായി ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാനിത് ഇപ്പോൾ നിന്റെ മുഖത്തൂടെ ഒഴിക്കും. ഞാൻ അങ്ങനെ മുഖത്തൂടെ ഒഴിച്ചാൽ നിന്റെ മുഖം ഈ നിമിഷം അഴുകും. പിന്നെ നിന്നെ ആ അഴുകിയ മുഖത്തോടെ ആയിരിക്കും ഈ ലോകത്തുള്ള ആളുകളൊക്കെ കാണുക. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ആ ബോട്ടിലിന്റെ അടപ്പ് തുറക്കുകയാണ്. ഭയന്നുപോയ റോസ്ലിൻ അലറി കരയുമ്പോൾ
കാറിൽ നിന്ന് ഒരു പരുവത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ കാർലോസ് ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് 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 അവളൊന്നും ചെയ്യരുത്. അതൊന്നും കേൾക്കാതെ ഡസ്റ്റിൻ റൈസ് ആ ബോട്ടിലെ അടപ്പ് തുറക്കുകയാണ്. അത് കേട്ടതും റോസ്ലിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് പ്ലീസ് ഞാൻ എല്ലാം പറയാം. അങ്ങനെയാണെങ്കിൽ നീ പറ, ലോറൻസിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഡസ്റ്റിൻ, നീ കരുതും പോലെ എന്റെ അങ്കിളല്ല ലോറൻസി രക്ഷിച്ചത്. ഏയ് റോസ്ലിൻ, നീ എന്താ പറഞ്ഞേ? ഡോക്ടർ എലിജിയോ അല്ലേ ലോറൻസി രക്ഷിച്ചത്? അല്ല ഡസ്റ്റിൻ, മറ്റൊരാളാണ് യഥാർത്ഥത്തിൽ ലോറൻസിയോ രക്ഷിച്ചത്. അയാളാ സത്യത്തിൽ ലോറൻസിയെ അങ്കിളുടെ ക്ലിനിക്കിൽ എത്തിക്കുന്നത്. ഡസ്റ്റിൻ റൈസ് ഇതുവരെ കേൾക്കാത്ത ഒരാളെ കുറിച്ചാണ് റോസ്ലിൻ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ എലിജിയോ ആ ആളെ കുറിച്ച് ഡസ്റ്റിനോട് ഒന്നുമേ പറഞ്ഞിട്ടുമില്ല. ശരിക്കും ഒരു കൗതുകം റോസ്ലിൻ പറഞ്ഞു കേട്ടപ്പോൾ ഡസ്റ്റിനുണ്ടായി. ഡസ്റ്റിൻ റോസ്ലിനോട് ചോദിച്ചു, നിനക്ക് വേറെന്താ അറിയാം? ഡസ്റ്റിൻ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ലോറൻസിയെ കാണാൻ വരാറുണ്ട്. ഡസ്റ്റിനെ കൂടുതൽ അമ്പരപ്പിച്ചുകൊണ്ടാണ് റോസ്ലിനെ അടുത്ത വെളിപാടുണ്ടായത്. ലോറൻസിയെ കാണാൻ 10 വർഷത്തിനിടയിൽ ആദ്യമായി എത്തിയ വ്യക്തി ഡസ്റ്റിൻ റൈസ് ആണെന്നാണ് ഡോക്ടർ എലിജോ ഡസ്റ്റിനോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇതാ റോസ്ലിൻ പറയുന്നു, ലോറൻസിയെ കാണാനായി ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആ ആളാണ് ലോറൻസിയെ അവിടെ കൊണ്ടെത്തിച്ചത്. ആ ആള് തന്നെയാണ് ലോറൻസിയെ അന്നത്തെ ആ കൂട്ടക്കുരുതിക്കിടയിൽ നിന്ന് രക്ഷിച്ചത്. ഡസ്റ്റിന് റോസ്ലിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കൊരു അമ്പരപ്പ് ഉണ്ടാവുകയാണ്. ഡസ്റ്റിൻ റോസ്ലിനോട് ചോദിച്ചു, നിനക്ക് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവോ? ഡസ്റ്റിൻ, സത്യമായിട്ടും എനിക്ക് അയാളെക്കുറിച്ച് ഒരു വിവരം അറിയില്ല. അയാൾ വന്നാലുടൻ ഗ്രാൻഡ്പ എന്നെ അവിടുന്ന് ഒഴിവാക്കും. ലോറൻസിയെ കാണാൻ വരുന്ന വ്യക്തി രണ്ടാമത്തെ നിലയിലെ ഡോക്ടർ എലിജിയുടെ ആ വീട്ടിലേക്ക് വരുന്ന ആ നിമിഷത്തിൽ തന്നെ റോസ്ലിനെ അവളുടെ ഗ്രാൻഡ്പയായ ഡോക്ടർ എലിജോ അവിടെ നിന്ന് ഒഴിവാക്കാറുണ്ട്. ഒരു കാരണവശാലും റോസ്ലിൻ ആ അപരിചിതനെ കാണാൻ പാടില്ലെന്നും സംസാരിക്കാൻ പാടില്ലെന്നും എലിജോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാകാം റോസ്ലിനെ ഒഴിവാക്കുന്നത്. ഡസ്റ്റിന് അങ്ങനെയാണ് തോന്നിയത്. റോസ്ലിന് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു വിഷമമുണ്ടായി. അപ്പോഴാണ് റോസ്ലിൻ എന്തോ ഓർത്തതുപോലെ ഡസ്റ്റിനോട് പറഞ്ഞത്, ഡസ്റ്റിൻ, എനിക്ക് അയാളുടെ പേര് ഓർമ്മയുണ്ട്. എന്താ പേര്? അയാളുടെ പേര് വിറ്റേക്കർ എന്നാണ്. വിറ്റേക്കർ എന്ന് ഗ്രാൻഡ്പ സംബോധന ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു. വിറ്റേക്കർ എന്ന പേര് കേട്ടിട്ട് ഡസ്റ്റിന് ആരെയും ഓർമ്മ വരുന്നില്ല. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡസ്റ്റിൻ റൈസും അമ്മയും റൈസ് കുടുംബത്തിലെ ആളുകളെല്ലാം കൂടി സ്റ്റോണിയ മുഴുവൻ കണ്ടതിന് ശേഷം തിരിച്ചു പോകാനായി ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് വെസ്റ്റ് ലൂക്കോസിലേക്ക് തിരിക്കാൻ ഇറങ്ങുമ്പോഴാണ് ആ കൂട്ടക്കൊല അരങ്ങേറിയത്. അന്ന് ഡസ്റ്റിൻ റൈസിന് 15 വയസ്സാണ് പ്രായം. ഡസ്റ്റിൻ അന്ന് തനിക്ക് പരിചയമുണ്ടായിരുന്ന ആളുകളെയൊക്കെ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആരായി വിറ്റേക്കർ? തങ്ങളുടെ കുടുംബവുമായി അടുപ്പമുള്ള ആരുടെ പേരും വിറ്റേക്കർ എന്ന പേരിലില്ലല്ലോ. റൈസ് കുടുംബവുമായി ബന്ധമുള്ള ആരും തന്നെ വിറ്റേക്കർ എന്ന പേരിലില്ല. ആരായി വിറ്റേക്കർ? ഒരുപാട് ചോദ്യങ്ങൾ ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വരികയാണ്. ഡസ്റ്റിൻ റൈസ് മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും മാക്സിമസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇവർ രണ്ടുപേരും അങ്ങ് തീർത്താലോ? ഏയ് മാക്സിമസ്, അത് വേണ്ട, അവർ പോട്ടെ, ഇവരെ തൽക്കാലം നമുക്ക് വെറുതെ വിടാം. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമസുമായി ഹെയ്സലിന്റെ കാറിനടുത്തേക്ക് ചെന്നു. ഹെയ്സൽ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് ഡസ്റ്റിൻ റൈസ്. ഡസ്റ്റിൻ റൈസിനെ അവൾ പരിചയപ്പെട്ടിട്ട് അധികം സമയമൊന്നുമായിട്ടില്ല. റോസ്ലിനൊപ്പം ഉണ്ടായിരുന്ന റോസ്ലിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് ഡസ്റ്റിനെ അവൾ ആദ്യം പരിചയപ്പെടുന്നത്. അതിനുശേഷം രണ്ടാമത് അവൾ കാണുന്നത് അന്ന് രാത്രിയിൽ കാംകോസ്റ്റ് ടവറിൽ വെച്ചാണ്. ഇപ്പൊ ഇതാ മൂന്നാമതും അവൾ കാണുന്നു ലാങ്ഫോർഡിന് മുന്നിൽ വെച്ച്. അമ്പരപ്പോടെ ഡസ്റ്റിനെ നോക്കിയിരിക്കുന്ന ഹെയ്സലിനോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഹെയ്സൽ, ഞങ്ങളെ ഒന്ന് വീട്ടിൽ വിടാവോ? പിന്നെന്താ ഡസ്റ്റിൻ, കേറിക്കോ. ഹെയ്സലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇതാ ഡസ്റ്റിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡസ്റ്റിൻ റൈസിനെയും മാക്സിമസ് കെയ്നെയും കൊണ്ട് ഹെയ്സൽ അതിവേഗം അവിടെ ഓടിച്ചു പോകുമ്പോൾ റോസ്ലിനും കാർലോസും ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, അവർക്കൊരിക്കലും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. മാക്സിമസ് കെയ്ൻ എന്ന ആ അതിശക്തനായ ബോഡി ഗാർഡ് ഡസ്റ്റിന് ഉണ്ടാകുമെന്ന് അവർ രണ്ടുപേരും കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. ആ ബോഡി ഗാർഡിന്റെ ശക്തിയിലാണ് ഡസ്റ്റിൻ റൈസ് ഇന്ന് ഈ വിജയങ്ങളൊക്കെ നേടിയത്. ഒരു കാൽക്കുലേഷൻ പിഴവാണ് ഇവിടെ റോസ്ലിനും അതുപോലെ കാർലോസിനും പറ്റിയത്. മാക്സിമസിനെ പോലെ ശക്തനായ ഒരു ഗാർഡ് ഡസ്റ്റിനൊപ്പം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനാവശ്യമായ പ്രൊട്ടക്ഷൻ അവർക്ക് എടുക്കാൻ പറ്റിയനെ. ഡസ്റ്റിൻ റൈസ് അല്പസ്വല്പം അടിയും തടയൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷെ അയാളെ പിടികൂടാനും അയാളെ നിലയ്ക്ക് നിർത്താനും ആവശ്യമായ ആളുകളേക്ക് അവർ അറിയിച്ചിരുന്നെങ്കിലും മാക്സിമസ് കെയ്നെ പോലുള്ള ഒരു സൂപ്പർ യോദ്ധാവിനെ നേരിടാൻ അതൊന്നും പോരാന്ന് ഇപ്പോ കാർലോസിനും റോസ്ലിനും അറിയാം. അവർ തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഹെയ്സൽ ഡസ്റ്റിനുമായി സംസാരിച്ച് ചിരിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തു. ഏകദേശം ഒരു 8:30-9 മണിയായപ്പോൾ
ഡസ്റ്റൻ റൈസിന് ഒരു കോൾ വന്നു. കോൾ വിളിക്കുന്നത് ഡോക്ടർ എലിജു തന്നെയാണ്. എന്താ ഡോക്ടറെ രാവിലെ? ഡസ്റ്റൻ, ഒരു ആവശ്യമുണ്ട്. ഡോക്ടർ കാര്യം പറ. ഡസ്റ്റൻ, ഞാനിവിടെ ടോർബി കുടുംബത്തിലുണ്ട്. ഇവിടെ ടോർബി കുടുംബത്തിലെ റിച്ചാർഡ് ടോർബിക്ക് ഒരു അസുഖം. ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, വിവിധ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് വൈദ്യശാസ്ത്രത്തിനപ്പുറത്ത് എന്തോ കാര്യങ്ങൾ റിച്ചാർഡുമായി കണക്റ്റായി ഉണ്ടെന്നാണ്. ഡസ്റ്റിനാകുമ്പോൾ ഈ മിസ്റ്റിക് ആർട്സുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡസ്റ്റിനെ വിളിച്ചത്. ഡസ്റ്റിൻ ഇതുവരെ ഒന്ന് വരുമോ? ടോർബി കുടുംബത്തിലേക്ക് ഡസ്റ്റിനെ ഡോക്ടർ എലിജോ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഡസ്റ്റിൻ സമ്മതിച്ചു. ഡസ്റ്റിന് സമ്മതം കിട്ടിയതും ഡോക്ടർ എലിജോ സോഫിയോടും സോഫിയുടെ ഹസ്ബൻഡ് കെവിനോടായി പറഞ്ഞു, ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടായി. അദ്ദേഹം വന്നാൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ? അല്ല ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ കെവിൻ, നിങ്ങളുടെ പിതാവിന് ഞങ്ങളുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്, മറ്റെന്തോ ആണ്. ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഞങ്ങൾ എല്ലാ ശൈലിയിലുള്ള മരുന്നുകളും കൊടുത്തു. ഞങ്ങളുടെ കഴിവിന് അപ്പുറത്തുള്ള എന്തോ ഒരു സംഭവം മിസ്റ്റർ റിച്ചാർഡിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധമുള്ള ഒരാൾ വന്നാലേ പറ്റൂ. എനിക്ക് പരിചയമുള്ള ഒരാളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ എലിജോ മാത്രമല്ല അവിടെയുള്ള ഡോക്ടർ, വേറെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. വിവിധ ഹോസ്പിറ്റലുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കെവിൻ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അയാളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ ഏത് അളവ് വരെയും പോകാൻ കെവിൻ ഒരുക്കമാണ്. പെട്ടെന്ന് എലിജോ വൈദ്യശാസ്ത്രത്തിന് അയാളുടെ അച്ഛൻ റിച്ചാർഡിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ കെവിനും സോഫിയും അവരുടെ മകൾ ഇസബല്ലയും ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഡോക്ടർ എന്തായി പറയുന്നത്? ഇസബല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ ടെസ്റ്റുകളും ഞങ്ങളുടെ പരിശോധനകളൊക്കെ ഞങ്ങളുടെ പരിശോധനകൾ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നടത്തിയത്. പക്ഷെ ഞങ്ങളുടെ പരിശോധനകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തോ ഒന്ന് റിച്ചാർഡിലുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധമുള്ള ആരെങ്കിലും വന്നേ പറ്റൂ. അതിൽ പ്രാവീണ്യമുള്ള ഒരാളെ ഇങ്ങോട്ട് വിളിച്ചത്. അങ്ങനെ എലിജോ പറഞ്ഞതും അകത്തേക്ക് ഓവൻ സ്ട്രാറ്റ്ഫോർഡും അയാൾക്കൊപ്പം ഒരാളും കടന്നു വന്നു. അകത്തേക്ക് നടന്നു വരുന്ന ഓവൻ ഉറക്കെ ഡോക്ടർ എലിജോട് പറഞ്ഞു, ഡോക്ടർ എലിജോ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഞാൻ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഓവൻ സ്ട്രാറ്റ്ഫോർഡ് കെവിന് നേരെ തിരിഞ്ഞു. അങ്കിൾ, ഓവൻ, ആരാ ഇദ്ദേഹം? അങ്കിൾ, ഇത് മിസ്റ്റർ ഹഡ്സൺ മിസ്റ്റിക് ആർട്സിൽ ശരിക്കും ഒരു അമാനുഷികനാണ്. ഇദ്ദേഹത്തെ വെല്ലാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തോട് ഞാൻ നമ്മുടെ ഗ്രാൻഡ്പയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം വന്നതാണ്. ഓവന്റെ സുഹൃത്ത് ബ്രിക്ലിയുടെ ഗുരുവാണ് ഹഡ്സൺ. ആ ബ്രിക്ലി ഡസ്റ്റിനെ ഒന്ന് വട്ടാക്കാൻ വേണ്ടി ഹഡ്സൺ പഠിപ്പിച്ച മാജിക് ഒക്കെയാണ് തലേദിവസം ഉപയോഗിച്ചത്. ആ ഹഡ്സനെയാണ് ഇപ്പൊ ഇതാ ഓവൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഹഡ്സൺ എല്ലാവരും നോക്കിയിട്ട് കെവിനോടായി പറഞ്ഞു, സർ കെവിൻ, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അച്ഛൻ്റെ അസുഖം അതെന്താണെങ്കിലും ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. വന്ന കക്ഷി അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതും സ്വാഭാവികമായിട്ടും കെവിനും സോഫിക്കും അതുപോലെ ആ ടോർബി കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുകയാണ്. ഇസബല്ലയ്ക്കും ശരിക്കും സന്തോഷമുണ്ട്. പക്ഷേ ആ നിമിഷത്തിലും അവൾ ഓവന് മുഖം കൊടുക്കാതെ നിൽക്കുകയാണ്. ഓവൻ ഇസബലിന്റെ അടുത്തേക്ക് വന്നു. ഇസബല്ല, ഞാൻ നമ്മുടെ ഗ്രാൻഡ് പേ രക്ഷിക്കാനായി മിടുക്കനായ ആളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓവൻ, എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ മാറി നിൽക്കുക. ഓവനോട് സംസാരിക്കാൻ ഇസബല്ലയ്ക്ക് തീരെ താല്പര്യമില്ലെന്ന അർത്ഥം. ഇസബല്ലയുടെ സംഭാഷണം കെവിനും സോഫിയും കേട്ടു. കെവിൻ ഇസബല്ലയോട് പറഞ്ഞു, ഇസബല്ല, എന്താണോ ഇത്? നിങ്ങൾ ഇപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവൻ സ്ട്രാറ്റ്ഫോർഡും ഇസബല്ല ടോർബിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വിവാഹം എന്ന് വേണമെങ്കിലും സംഭവിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന അവർ ഈ ശൈലിയിൽ വഴക്കടിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന് കെവിൻ അറിയാം. അതുകൊണ്ടാണ് കെവിൻ ഇസബല്ലയോട് അങ്ങനെ പറഞ്ഞത്. ആ നിമിഷത്തിൽ ഹഡ്സൺ കെവിനോട് പറഞ്ഞു, സർ കെവിൻ, ഞാൻ നിങ്ങളുടെ പിതാവിനെ ഒന്ന് കാണട്ടെ. അദ്ദേഹത്തെ ഇപ്പൊ തന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. അങ്ങനെ ഹഡ്സൺ പറഞ്ഞതും ഡോക്ടർ എലിജയും ഡോക്ടേഴ്സും കെവിനും സോഫിയും ഇസബല്ലയും ഓവനും അടങ്ങിയ ടീം അകത്തുള്ള ആ വലിയ ഹാളിലേക്ക് കടന്നു. ശരിക്കും വിശാലമായ ഒരു ഹാളിലാണ് റിച്ചാർഡ് ടോർബി കിടക്കുന്നത്. റിച്ചാർഡ് ടോർബി കിടക്കുന്ന ആ കിടക്കയിലേക്ക് നോക്കിയ ഹഡ്സൺ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഹഡ്സൺ അമ്പരപ്പോടെ ആ കിടക്കയിലേക്ക് നോക്കുകയാണ്. റിച്ചാർഡ് ടോർബിയുടെ ഇരു കൈകളും അവിടത്തെ കട്ടിലിൽ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്, അതുപോലെ കാലുകളും. ഹേയ് സർ കെവിൻ, എന്താ ഇത്? അച്ഛനെന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഹഡ്സൺ, അച്ഛനെ ഈ അസുഖം വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവും, ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു കുഴപ്പം. ആളുകളെ ഉപദ്രവിക്കാതിരിക്കാൻ ഞങ്ങൾ കെട്ടിയിട്ടതാണ്. സർ കെവിൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ആ കെട്ടിയിരിക്കണം. അത് കേട്ടത് എലിജോ പറഞ്ഞു,
ഏയ് മിസ്റ്റർ ഹഡ്സൺ, കെട്ടഴിക്കണോ? അത് അപകടമാണ്. ഡോക്ടർ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ എത്രയോ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹഡ്സൺ പറഞ്ഞതും വാതിൽക്കിൽ നിന്ന് ഒരു ശബ്ദം, ഹലോ, ഡോക്ടർ എലിജോ പറയുന്നത് ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത് സാക്ഷാൽ ഡസൻ റൈസാണ്. ഡസനെ കണ്ടപ്പോ ഓവൻ സ്ട്രാറ്റ്ഫോർഡിന്റെ മുഖം ഒന്ന് മങ്ങി. അയാൾ ഉടൻ ഡസൻ നേരെ തിരിഞ്ഞു. ഏയ് ഡസൻ, നിന്നെ ആരാണ് വിളിച്ചത്? ഓവന്റെ ചോദ്യം കേട്ടതും ഇസബല്ല ചൂടായി ഓവനോട് പറഞ്ഞു, ഓവൻ, നീ മിണ്ടരുത്, ഇതെന്റെ സുഹൃത്താണ് ഡസ്റ്റൻ. ഡസ്റ്റനെ ഞാൻ കൂടെ വിളിച്ചിട്ടാ വന്നത്. ഏയ് നീ മിണ്ടരുത്, ഇതെന്റെ സുഹൃത്ത് ഡസ്റ്റനാണ്, ഡസ്റ്റൻ ഇവിടെ വരും. അങ്ങനെ പറഞ്ഞെങ്കിലും ഇസബല്ല ഡസ്റ്റന്റെ അടുത്ത് വന്നിട്ട് ഡസ്റ്റനോട് ചോദിച്ചു, ഹേയ് ഡസ്റ്റൻ, ഇതെന്താ അതിശയമായിരിക്കുന്നു, ഡസ്റ്റൻ എങ്ങനെ ഇവിടെ എത്തിയത്? അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ഡോക്ടർ എലിജോയാണ്. എലിജോ ഇസബലയോട് പറഞ്ഞു, ഇസബല്ല, ഞാനാ ഡസ്റ്റൻ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച്, അത് ഇദ്ദേഹമാണ്. മിസ്റ്റിക് ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ അവിടേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ എലിജോ പറഞ്ഞിരുന്നു. അങ്ങനെ എലിജോ പറഞ്ഞ വ്യക്തി ഡസൻ റൈസ് ആണെന്ന് കേട്ടപ്പോ സോഫിയയ്ക്കും ഓവനും ഇസബലയ്ക്കൊക്കെ ശരിക്കും അതിശയം. ഡസ്റ്റിന് മിസ്റ്റിക് ആർട്സുമായി ബന്ധമുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യം ഇതാ ഓവൻ തിരിച്ചറിയുകയാണ്. അപ്പോഴാണ് ഓവന് കാര്യം മനസ്സിലായത്. തലേ ദിവസം അയാളുടെ സുഹൃത്ത് ബ്രിക്കിനെ മനഃപൂർവ്വം ഡസൻ അടിച്ചതാണെന്ന് ഇപ്പോഴേക്ക് 100% ഉറപ്പായി. ഡസൻ റൈസ് മിസ്റ്റിക് ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ബ്രിക്കിലി ചെയ്ത കാര്യങ്ങൾ ഡസന് കൃത്യമായും മനസ്സിലായിരുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലായതും ഓവൻ ഡസനോട് ചോദിച്ചു, ഡസൻ, അപ്പോ ഇന്നലെ നീ മനഃപൂർവ്വം ബ്രിക്കിലെ തല്ലിയതാണല്ലേ? ഹേ ഓവൻ, അവൻ ലേശം അതിർവിട്ട് പെരുമാറുമ്പോ ഞാനും അതുപോലെ ചെയ്യണ്ടേ? ഡസൻ, ഓവന് ദേഷ്യം വരികയാണ്. പക്ഷേ അയാൾക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്ന ഒരു വെന്യൂ അല്ലാതെ. അവിടെ പ്രധാന വിഷയം സാക്ഷാൽ റിച്ചാർഡ് ടോർബിയുടെ അസുഖമാണ്. ആ അസുഖം ചികിത്സിക്കാനായി എത്തിയ ഹഡ്സൺ അദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പെട്ടെന്നൊരു തോന്നൽ ഓവനുണ്ടായി. ഓവൻ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓവന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഡസ്റ്റൻ ഒന്ന് ചിരിച്ചു. ഡസ്റ്റൻ അങ്ങനെ ചിരിക്കുമ്പോഴും ഡസ്റ്റന്റെ കണ്ണുകൾ ഹഡ്സണിലാണ്. ഹഡ്സൺ റിച്ചാർഡ് ടോർബിയുടെ ആ ബെഡിനടുത്തെത്തിയിട്ട് അവിടെ കൂടി നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളോട് പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ കൈയും കാലും കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിക്കി. ആ ആജ്ഞ കേട്ടതും ആ സെക്യൂരിറ്റി ഗാർഡുകൾ ബെഡിനടുത്തേക്ക് നടന്നു തുടങ്ങി. അത് കണ്ടത് ഡസ്റ്റൻ വീണ്ടും ഹഡ്സനോട് പറഞ്ഞു, ഹലോ, അത് വേണോ? അദ്ദേഹത്തെ ബന്ധിച്ചിരിക്കുന്നത് സുരക്ഷിതത്തിന്റെ ഭാഗമായിട്ടാണ്. അക്കാര്യം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? മിസ്റ്റർ, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ഡസ്റ്റൻ. മിസ്റ്റർ ഡസ്റ്റൻ, ഇവിടെ ചികിത്സിക്കുന്നത് ഞാനാണ്. ഞാൻ എങ്ങനെ ചികിത്സിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ അതിനെ എടുക്കുന്നില്ല. മേലാൽ അഭിപ്രായമായി ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഡസൻ റൈസിനോട് അങ്ങനെ ഹഡ്സൺ പറഞ്ഞപ്പോ ഡോക്ടർ എലിജോയ്ക്ക് ഒരു വിഷമം. ഡോക്ടർ എലിജോ ഹഡ്സനോട് പറഞ്ഞു, മിസ്റ്റർ ഹഡ്സൺ, ഇത് ഡസൻ റൈസ്, അദ്ദേഹം ഡോക്ടറും മിസ്റ്റിക് ആർട്സിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയുമാണ്. അദ്ദേഹം മിസ്റ്റർ റിച്ചാർഡിനെ ചികിത്സിക്കാൻ വന്നതാണ്. ഇയാളെ കുറിച്ചാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? അത് ശരി. ഡസൻ, അപ്പൊ നിനക്ക് ഈ ഇത്തരത്തിലുള്ള മിസ്റ്റിക് ആർട്സ് അറിയാമല്ലേ? ഓക്കെ, അറിയാവുന്നത് എന്തായാലും നല്ല കാര്യമാണ്. പക്ഷേ നീ അറിഞ്ഞതൊന്നും അല്ല കഥയെന്ന് ഇപ്പൊ മനസ്സിലാവും. നീ എന്തായാലും പഠിക്കാൻ തുനിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കും. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ സെക്യൂരിറ്റി ഗാർഡുകളെ കൊണ്ട് 2 കൈയിലെയും കെട്ടഴിപ്പിച്ചു, കാലിലെയും കെട്ടഴിപ്പിച്ചു. റിച്ചാർഡ് ടോർബി നിശ്ചലനായി കിടക്കുകയാണ്. അയാളുടെ മുഖം ഏതാണ്ട് വിളറി വെളുത്തിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും റിച്ചാർഡ് ടോർബി മരണത്തെ പുൽകാൻ സാധ്യതയുണ്ടെന്ന് ആ കാഴ്ച കാണുന്ന ഏവർക്കും മനസ്സിലാവും. അത്ര ക്ഷീണിതനാണ് റിച്ചാർഡ്. റിച്ചാർഡിനെ ഒന്ന് നോക്കിയിട്ട് ഹഡ്സൺ അയാൾ കൊണ്ടുവന്ന ബാഗ് തുറന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പർ പുറത്തെടുത്തു. ആ പേപ്പറിനകത്ത് അയാൾ പല ശൈലിയിലും വരയ്ക്കുകയും കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാന്ത്രിക കളം ആ പേപ്പറിനകത്ത് അയാൾ വരച്ച് ചേർത്തിരിക്കുകയാണ്. ആ പേപ്പർ ശ്രദ്ധാപൂർവം ബാഗിൽ നിന്ന് പുറത്തെടുത്ത ഹഡ്സൺ ആ പേപ്പർ റിച്ചാർഡിന്റെ നെഞ്ചിലോട്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി. ആ പേപ്പറിന്റെ മറുഭാഗത്ത് പശ ഉണ്ടെന്ന് വ്യക്തമാണ്. പെട്ടെന്ന് ആ പേപ്പർ റിച്ചാർഡിന്റെ പുറത്തങ്ങ് പറ്റിച്ചേർന്നു. ഇത് കണ്ടോ, ഞാൻ വെറും ഒരു പേപ്പർ കൊണ്ട് മിസ്റ്റർ റിച്ചാർഡിന്റെ അസുഖം ഭേദമാക്കാൻ പോവുകയാണ്. ശരിക്കും കൊടികെട്ടിയ ഡോക്ടേഴ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിചാരിച്ചിട്ടും നടക്കാത്തൊരു കാര്യം ഇതാ ഹഡ്സൺ വിജയകരമായി ചെയ്യാൻ പോവുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഹഡ്സൺ ആ പേപ്പർ ഒട്ടിച്ചതും പെട്ടെന്നാണ് ചില മാറ്റങ്ങൾ റിച്ചാർഡിന്റെ ബോഡിയിൽ ഉണ്ടായി തുടങ്ങിയത്. റിച്ചാർഡിന്റെ ബോഡി യഥാർത്ഥത്തിൽ തണുത്തുറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളുടെ ബോഡിക്ക് അകത്തുകൂടി രക്തം ഒഴുകുന്നില്ല എന്ന് അറിയാൻ പറ്റും. ആളുകൾ നോക്കി നിൽക്കേ അതിനാണ് മാറ്റമുണ്ടാകുന്നത്. അയാളുടെ പുറത്തുള്ള ആ മരവിപ്പ് പതുക്കെ അങ്ങ് മാറുകയാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ ആ മാറ്റം ഉണ്ടാവുകയാണ്. കാലിലേക്ക് നഖങ്ങളുടെ
നിറം പെട്ടെന്ന് നോർമൽ നിറത്തിലേക്ക് വന്നു തുടങ്ങി. നേരത്തെ മരവിച്ച് രക്തമില്ലാത്ത നഖങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ പെട്ടെന്ന് ആ നഖങ്ങൾക്കിടയിൽ രക്തം എത്തി തുടങ്ങിയത്. ആ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പോടെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളും ഡോക്ടേഴ്സും ചോർബി കുടുംബത്തിലെ ആ അംഗങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കയ്യിലൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. അതുപോലെ മുഖത്തൊക്കെ മാറ്റം ഉണ്ടാവുകയാണ്. അയാളുടെ പുരുകമൊക്കെ ഏതാണ്ട് ചത്ത് കിടന്ന പോലെയാണ്. ഇപ്പൊ പെട്ടെന്ന് ആ പുരുകങ്ങൾക്കൊക്കെ ഒരു ഊർജം വന്നതുപോലെ മുഖത്തൊക്കെ ഒരു ഊർജം വരികയാണ്. മരവിച്ച് ശവം പോലെ കിടന്ന ആ മുഖം പതുക്കെ പതുക്കെ ചുവന്നു വരികയാണ്. ആ കാഴ്ച കണ്ടതും ഓവൻ ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, കണ്ടില്ലേ ഗ്രാൻഡ്പാ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ ഹഡ്സന് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന്. അത് കേട്ടപ്പോ സ്വാഭാവികമായും ഹഡ്സനും ഒത്തിരി സന്തോഷം. സകല ആളുകളും ഹഡ്സനെ അനുമോദിക്കുകയാണ്. സോഫിയ ഹഡ്സനോട് പറഞ്ഞു, മിസ്റ്റർ ഹഡ്സൺ, സത്യമായിട്ടും ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഈ ശൈലിയിൽ അച്ഛന്റെ അസുഖം ഭേദമാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. കെവിന് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അയാൾ വല്ലാത്ത സന്തോഷത്തിലാണ്. എത്രയോ നാളുകളായി അയാളുടെ അച്ഛൻ റിച്ചാർഡ് ആ കിടക്കയിൽ അങ്ങനെ നിശ്ചലനായി കിടക്കുകയാണ്. അച്ഛൻ മരണത്തെ സമീപിക്കുന്നുവെന്ന് മനസ്സിലായതുകൊണ്ടാണ് കെവിൻ എല്ലാ ഡോക്ടേഴ്സിനെയും അവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇപ്പൊ ഇതാ ആ ഡോക്ടേഴ്സൊക്കെ കൈയൊഴിഞ്ഞ സമയത്ത് ഹഡ്സൺ എന്ന ആ മാന്ത്രികൻ അയാളുടെ അച്ഛനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ്. ഇസബല്ലയ്ക്കും ശരിക്കും സന്തോഷം. ഇതുവരെ ഓവനുമായി വന്ന ആ കക്ഷി ഒരു കള്ളനാണെന്നുള്ള ധാരണയിലാണ് ഇസബല്ല കാര്യങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആകെ മാറി മറിയുകയാണ്. റിച്ചാർഡ് ചോർബിയുടെ അവസ്ഥ റെഗുലറായി മോണിറ്റർ ചെയ്യുന്ന ആ സെക്യൂരിറ്റി ഗാർഡുകളും നഴ്സിംഗ് സ്റ്റാഫുകളും ഒക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. എല്ലാവരും ഹഡ്സനെ അങ്ങനെ അനുമോദിക്കുമ്പോൾ ഹഡ്സൺ എല്ലാവരും നോക്കി ഇങ്ങനെ കൈവീശിയാണ്. ഓഹോ, ഇതൊക്കെ എന്ത്! ആ ഒരു ഭാവം ഹഡ്സന്റെ മുഖത്തുണ്ട്. ഡസൻഡൈസ് ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ആ വാതിൽക്കിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത്. കിടക്കയിൽ കിടക്കുകയായിരുന്ന റിച്ചാർഡ് ചോർബി പെട്ടെന്ന് ആ കിടക്കിൽ നിന്ന് ചാടി എണീക്കുന്നത്. കിടക്കിൽ നിന്ന് എണീറ്റ റിച്ചാർഡ് ചോർബി അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ ചാട്ടം. ശരിക്കും ആകാശത്തേക്ക് പൊങ്ങിയ റിച്ചാർഡ് ചോർബി കൃത്യമായിട്ടും ചാടി വന്ന് വീണത് സാക്ഷാൽ ഹഡ്സന്റെ പുറത്താണ്. ഹഡ്സന്റെ പുറത്ത് ഒരു കുട്ടി ഇരിക്കും പോലെ റിച്ചാർഡ് ചോർബി ഹഡ്സനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഹഡ്സന്റെ വയറിലൂടെ രണ്ട് കാലുവിട്ട് പിടിച്ച റിച്ചാർഡിന്റെ കൈകൾ ഹഡ്സന്റെ നെഞ്ചിനു ചുറ്റുമാണ്. ശരിക്കും കൊച്ചുകുട്ടികൾ അച്ഛന്റെ പുറത്തിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ റിച്ചാർഡ് ഹഡ്സനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. സകലരും അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. കിടക്കയിൽ നിശ്ചലായി കിടക്കുകയായിരുന്ന റിച്ചാർഡ് ചോർബി തന്നെ രക്ഷിച്ച ഹഡ്സനെ അനുമോദിക്കാനായി ഈ ശൈലിയിൽ ചാടിക്കയറുമെന്ന് അവരാരും കരുതിയിരുന്നല്ല. എന്ത് പറയണമെന്നറിയാതെ സകലരും അമ്പരപ്പോടെ ഹഡ്സന്റെ പുറത്ത് അങ്ങനെ പിടിച്ചിരിക്കുന്ന റിച്ചാർഡിനെ ഒന്ന് നോക്കിയതും അത് സംഭവിച്ചു. റിച്ചാർഡ് ഒരൊറ്റ കടി ഹഡ്സന്റെ വലത് ചെവി റിച്ചാർഡ് അങ്ങ് കടിച്ചു പറിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് റിച്ചാർഡ് ഹഡ്സന്റെ പുറത്തേക്ക് ചാടിക്കയറിയതും ചെവിയിൽ കടിച്ചതും. ചെവി ഒറ്റ കടിക്ക് റിച്ചാർഡ് കടിച്ചു പറിക്കുകയായിരുന്നു. ചെവിയുടെ ഏതാണ്ട് 3/4 ഭാഗവും ഇപ്പോ റിച്ചാർഡിന്റെ വായ്ക്കകത്താണ്. ഹഡ്സന്റെ പുറത്തേക്ക് റിച്ചാർഡ് ചാടിക്കേറി ചെവി കടിച്ചു പറിച്ചതും ഹഡ്സൺ അലറി വിളിച്ചു തുടങ്ങി. ശരിക്കും അയാൾ പുറകിൽ നിന്ന് റിച്ചാർഡ് ചാടി എണീറ്റതും അയാളുടെ പുറത്തേക്ക് ചാടിക്കയറിയതും അറിഞ്ഞിരുന്നില്ല. എന്തോ ഒന്ന് തന്നെ പുറത്ത് പറ്റപ്പിടിച്ചു എന്ന് ഹഡ്സന് തോന്നിയ നിമിഷത്ത് തന്നെയാണ് ഹഡ്സന്റെ ചെവിയിൽ ആ കടി വീണത്. ഹഡ്സൺ സർവശക്തിയുമെടുത്ത് റിച്ചാർഡിനെ കുലുക്കി കളയാൻ ശ്രമിക്കുമ്പോൾ റിച്ചാർഡിനെ കടിയേറ്റ് മുറിഞ്ഞ ചെവിയുടെ ബാക്കി ഭാഗത്ത് നിന്ന് രക്തം താഴോട്ട് വീണു തുടങ്ങി. ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ ആ കാഴ്ച കാണുന്നത്. റിച്ചാർഡ് കടിച്ച് മുറിച്ചെടുത്ത ചെവി നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ ചവച്ചരച്ച് തിന്നുകയാണ്, കറുമുറ തിന്നുകയാണ്. അതേ സമയത്ത് തന്നെ റിച്ചാർഡിന്റെ ഇടത് കൈ ഹഡ്സന്റെ കഴുത്ത് നേരെ ചേർന്ന് വരികയാണ്. ഇടത് കൈ കൊണ്ട് ഹഡ്സന്റെ കഴുത്ത് ഞെരിച്ച് അമർത്തുന്ന റിച്ചാർഡിന്റെ വലത് കൈ ഹഡ്സന്റെ വയറ് ലക്ഷ്യമാക്കി താഴുകയാണ്. ശരിക്കും അതിശക്തമായി റിച്ചാർഡ് ആ കൈ ഹഡ്സന്റെ വയറ്റിലോട്ട് കുത്തിയതും വയറ് പൊത്തതും ഒരേ നിമിഷത്തിലാണ്. ഈ സമയത്തൊക്കെ ഹഡ്സൺ റിച്ചാർഡിനെ കുലുക്കി തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബാക്കി എൻറ്റയർ ജനങ്ങളും സ്തംഭിച്ച് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടർ എലിജോയും ആ ഡോക്ടർ സമൂഹമൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഹഡ്സൺ ഉറക്കെ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചു തുടങ്ങിയത്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള ഹഡ്സന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കെവിൻ ഞെട്ടി ഉണരുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും സെക്കൻഡുകൾ കെവിൻ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ആ മഞ്ഞ പേപ്പർ റിച്ചാർഡ് ചോർബിയുടെ നെഞ്ചിൽ ഒട്ടിച്ച നിമിഷം മുതൽ
ഇതുവരെയുള്ള നിമിഷങ്ങൾ ഒരു സ്വപ്നം പോലെയാണ് കെവിൻ കണ്ടത്. സങ്കല്പിക്കാനാവാത്ത കുറേയേറെ കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവിടെ സംഭവിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കെവിൻ അയാളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വിട് വിട്, അച്ഛൻ വിട്, അച്ഛനെ വിട്. അത് കേട്ടപ്പോഴാണ് പലർക്കും ബോധം ഉണ്ടാകുന്നത്. പലരും ആ കാര്യം പറഞ്ഞു തുടങ്ങിയാണ്. സാർ വിട്, സാർ സാർ വിട്, സാർ അച്ഛൻ വിട്, സാർ അച്ഛൻ വിട്, അച്ഛൻ വിട്. സോഫിയും അങ്ങനെ പറഞ്ഞതും ഇസബെല്ല അവളുടെ ഗ്രാൻഡ്പയോട് പറഞ്ഞു, ഗ്രാൻഡ്പാ ഗ്രാൻഡ്പാ അയാൾ വിട്, ഗ്രാൻഡ്പാ അയാൾ വിട്. പക്ഷേ അതൊന്നും കേൾക്കാതെ അതിശക്തമായി ഇടത് കൈകൊണ്ട് റിച്ചാർഡ് ഹഡ്സന്റെ കഴുത്ത് ചേർത്ത് പിടിക്കുകയാണ്. ഓവനാണ് ഇപ്പോ അക്ഷരാർത്ഥത്തിൽ പെട്ടു നിൽക്കുന്നത്. അയാൾ കൊണ്ടുവന്ന ഹഡ്സൺ അയാൾക്ക് ആ കുടുംബത്തിൽ ഒരു പേരുണ്ടാക്കി കൊടുക്കുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ അയാളുടെ കൺമുമ്പിൽ വെച്ച് അതേ ഹഡ്സനെ ഇതാ ടോർബി കുടുംബത്തിന്റെ കാരണവർ റിച്ചാർഡ് ടോർബി കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഓവൻ അങ്ങനെ നിശ്ചലനായി ഞെട്ടി ആ രംഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതും ഡസൻ റൈസ് ഹഡ്സന്റെ അടുത്തെത്തി. വാതിൽക്കൽ നിന്ന് ഡസൻ റൈസ് ഹഡ്സന്റെ അടുത്തെത്തിയതും ഡസന്റെ വലത് കൈ ഹഡ്സന്റെ പുറത്തിരിക്കുന്ന റിച്ചാർഡിന്റെ നെറ്റിലേക്ക് പതിഞ്ഞ ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഒരു ഫോഴ്സ് ഡസന്റെ കൈ ഉണ്ടാക്കിയെന്ന അർത്ഥം. റിച്ചാർഡ് ഹഡ്സന്റെ പുറത്തുനിന്ന് കൈകൾ വിട്ട് താഴേക്ക് വീണു. റിച്ചാർഡ് പുറകിലേക്ക് വീണ ആ നിമിഷത്തിനെ ഹഡ്സൺ മുന്നിലേക്ക് വീണു. മൂക്കിടിച്ച് അയാൾ താഴേക്ക് വീഴുകയാണ്. ഈ പവനായി ശവമായി എന്നൊക്കെ പറയും പോലെ ഒരു കാഴ്ച. അവിടെ സകലരെ അമ്പരപ്പിക്കുന്ന ഒരു മാജിക് കാണിക്കാനായി എത്തിയ സാക്ഷാൽ ഹഡ്സൺ ഇതാ മൂക്കിടിച്ച് തറ വീണ് കിടക്കുകയാണ്. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയൊക്കെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും ഡോക്ടർ എലിജോ അയാളുടെ കൂടെയുള്ള ആളുകളോട് ഹഡ്സനെ അവിടുന്ന് പൊക്കിയെടുക്കാൻ പറഞ്ഞു. ഹഡ്സൺ അതിവേഗം ചികിത്സ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ മാന്ത്രികനെ ആളുകളെല്ലാം കൂടെ പൊക്കി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡസൻ റൈസ് റിച്ചാർഡിനെ ഇസബലിന്റെ സഹായത്താൽ എടുത്ത് ആ കാട്ടിലേക്ക് കിടത്തി. ഡസന്റെ അതിശക്തമായ പ്രഹരത്തിൽ ബോധം നഷ്ടപ്പെട്ട റിച്ചാർഡ് ആ കാട്ടിൽ അങ്ങനെ കിടക്കുമ്പോൾ കെവിനും സോഫിയും ഓടി കാട്ടിലടുത്തേക്ക് വന്നു. സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അമ്പരപ്പോടെ സോഫിയ റിച്ചാർഡിനെ തന്നെ നോക്കിയതും കെവിൻ ഡസ്റ്റിനോട് ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങളെ കൊണ്ട് എന്റെ അച്ഛനെ ചികിത്സിക്കാൻ പറ്റുമോ? അതെന്ത് ചോദ്യമാണ് അങ്കിൾ? അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമോ? ഡസ്റ്റിന്റെ തിരിച്ചുള്ള ചോദ്യം വ്യക്തമായ ഉത്തരമാണ്. അത് കേട്ടതും സോഫിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇത് കളിക്കാനുള്ള സമയമല്ല. സത്യമായിട്ടും ഡസ്റ്റിന് അച്ഛനെ ചികിത്സിക്കാൻ പറ്റുമോ? ആന്റി, ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റൈസ് റിച്ചാർഡിനെ ഒന്ന് പരിശോധിച്ചു തുടങ്ങി. റിച്ചാർഡിന്റെ ദേഹത്ത് വളരെ കാര്യമായ ഒരു പരിശോധന തന്നെ ഡസൻ റൈസ് നടത്തിയെന്ന് പറയാം. ഡസൻ റിച്ചാർഡിന്റെ തല മുതൽ കാൽപാദം വരെ ഒന്ന് സ്പർശിച്ചു നോക്കിയെന്ന് പറയാം. അതിനുശേഷം ഡസൻ റിച്ചാർഡിനെ കമഴ്ത്തി കിടത്തിയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പരിശോധന കഴിഞ്ഞാവും ഡസൻ കെവിനോട് പറഞ്ഞു, അങ്കിൾ, ഇദ്ദേഹത്തിന്റെ ബോഡിയിലല്ല പ്രശ്നമുള്ളത്. ഡസൻ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്കിൾ, ഈ ബോഡി മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ട്. ഡസ്റ്റിൻ എന്തായി പറഞ്ഞേ? അതെ അങ്കിൾ, ഗ്രാൻഡ്പയുടെ ബോഡി മറ്റാരോ നിയന്ത്രിക്കുകയാണ്. ഡസ്റ്റിൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്കിൾ, മനസ്സിലാക്കാനൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ബോഡിയെ നിയന്ത്രിക്കാനുള്ള എന്തോ സംവിധാനം ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞൊരു ഡസ്റ്റിൻ ആ കിടക്കയുടെ മുകളിലേക്ക് ഒന്ന് തപ്പി നോക്കിയതിനു ശേഷം പതുക്കെ കിടക്കയ്ക്ക് അടിയിലോട്ടൊന്ന് കൈയിട്ടു. സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് കിടക്കയുടെ അടിയെന്ന് ഒരു ചെറിയ പൊതി ഡസൻ റൈസ് പുറത്തെടുത്തു. ആ പൊതി ഡസൻ റൈസ് പുറത്തെടുത്തതും സകലരെയും കണ്ണുകൾ ആ പൊതിയിലേക്കായി. ഡസൻ ആ പൊതി അഴിച്ചപ്പോൾ വളരെ അമ്പരപ്പോടുകൂടി ആ കാഴ്ച കാണുന്ന ആളുകളുടെ മുഖത്ത് ശരിക്കൊരു അതിശയം ഉണ്ടാവുകയാണ്. അതിനകത്ത് 3 റിങ്ങുകൾ ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ റിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ചില പേപ്പറുകളും ചില നൂലുകളൊക്കെ ഉണ്ട്. ഏതോ ഒരു മന്ത്രവാദി ഒരു ആഭിചാര ക്രിയ ചെയ്ത് സാധാരണ കുഴിച്ചിടുന്ന ശൈലിയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതുപോലൊരു സംഭവമാണ് ഡസ്റ്റിൻ ആ പൊതിയിൽ നിന്ന് പുറത്തെടുത്തത്. ആ സാധനം ഡസ്റ്റിൻ കെവിനെ കാണിച്ചിട്ട് കെവിനോട് പറഞ്ഞു, അങ്കിൾ, ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ച്? ഡസ്റ്റിൻ, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. ഈ സാധനവും അച്ഛൻ്റെ അസുഖം തമ്മിൽ ബന്ധമുണ്ടോ? അങ്കിൾ, ഇത് ഒരു നെഗറ്റീവ് എനർജി ജനറേറ്റ് ചെയ്യാനായി ആരോ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവച്ചതാണ്. ഗ്രാൻഡ്പയുടെ കിടക്കയ്ക്കടിയിൽ ഇത് വെച്ചത് തന്നെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ്. നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് റിച്ചാർഡിനെ അവിടെ നിശ്ചലായി കിടത്താൻ ആരോ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ആ വളകൾ പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത് അവിടെ കൊണ്ടുവച്ചത്. നെഗറ്റീവ് എനർജി എന്ന പദം തന്നെ പലർക്കും ഒരു പുതുമയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അതിശയത്തോടെ ഡസ്റ്റിൻ നോക്കുമ്പോൾ ഓവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നെഗറ്റീവ് എനർജി എന്താ ഇത്? ആളെ കബളിപ്പിക്കാനുള്ള പരിപാടിയാണോ? ഓവൻ,
കുഴപ്പമൊന്നുമില്ല, നീ എന്നത് വെച്ചോ. പെട്ടെന്ന് ഡസൻ റൈസ് ആ വളകൾ ഓവന്റെ നേരെ ഇട്ടതും ഓവൻ അത് വാങ്ങാതെ മാറിക്കളഞ്ഞു. ഓവനൊരു പേടി. ഓവൻ കുഴപ്പമില്ല, നീ അത് വെച്ചോ. എനിക്ക് വേണ്ട. കുറ്റം പറയാൻ ഓവൻ തയ്യാറാണെങ്കിലും ആ വളകൾ എടുത്തു വെക്കാൻ ഓവൻ എന്തോ ഒരു മടി. ഡസൻ ആ വളകൾ എടുത്ത് അവരൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ കെവിൻ ഡസനോട് ചോദിച്ചു, ഡസൻ എന്റെ അച്ഛനെ ചികിത്സിക്കാൻ പറ്റുമല്ലേ? എങ്കിൽ ഉറപ്പായും ചികിത്സിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റിച്ചാർഡിന്റെ അക്യൂ പോയിന്റുകളിൽ സിൽവർ നീഡിലുകൾ പതുക്കെ തറച്ചു തുടങ്ങി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വേഗത ഡസൻ ഈ അക്യുപങ്ക്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ട്. അതേ വേഗതയിലാണ് ആ നീഡിലുകൾ അദ്ദേഹം തറച്ചത്. ആ നീഡിലുകൾ എല്ലാ പോയിന്റുകളിലും സ്ഥാപിച്ചു കഴിഞ്ഞതും പെട്ടെന്നാണ് ആ സൂചികൾ ചലിച്ചു തുടങ്ങിയത്. ഡസൻ റൈസ് ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ നീഡിലുകളിൽ പതുക്കെ ഒരു അനക്കം ഉണ്ടാക്കുകയാണ്. ആ നീഡിലുകൾ അതിവേഗം ചലിച്ചു തുടങ്ങിയാണ്. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞതും ഡസൻ റൈസ് ആ നീഡിലുകളെല്ലാം പുറക്കിയെടുത്തു. ആ നീഡിലുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞതും ഡസൻ കെവിനോട് പറഞ്ഞു, അങ്കിൾ ഗ്രാൻഡ് പാ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അസുഖം പകുതി മാറും, എന്നാലും പൂർണ്ണമായും മാറാൻ 2 ആഴ്ച കൂടി സമയം വേണം. ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ കുറിച്ച് തരാം. ആ മരുന്നുകൾ അതിൻ്റെതായ രീതിയിൽ കൊടുത്താൽ ഉറപ്പായും ഗ്രാൻഡ് പേയുടെ അസുഖം മാറും. എത്രയോ കാലങ്ങളായി റിച്ചാർഡ് ആ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. റിച്ചാർഡിന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകുമെന്ന് ഡസൻ റൈസ് പറഞ്ഞപ്പോ ഒരു വല്ലാത്ത ആരവം തന്നെ ആ ഹാളിനകത്ത് ഉണ്ടാവുകയാണ്. ഒരുപാട് ജോലിക്കാരുള്ള ഒരു വീടാണ് ഈ ടോബി ഭവനം. ആ ജോലിക്കാർ എത്രയോ കാലങ്ങളായി റിച്ചാർഡിന്റെ അവസ്ഥ കാണുന്നതാണ്. ഇപ്പൊ ഇതാ ഡസൻ റൈസ് ആ അവസ്ഥയിൽ നിന്ന് റിച്ചാർഡിന് മാറ്റം വരുത്താൻ പോവുകയാണ്. ഡസൻ റൈസ് അത്രയും പറഞ്ഞിട്ട് കെവിനോട് പറഞ്ഞു, അങ്കിൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡസൻ എന്തിനാ ഇത്ര ധൃതിപ്പെടുന്നത്? അച്ഛൻ ഇപ്പൊ ഉറങ്ങിയല്ലേ, അച്ഛൻ ഉണരുന്നവരെ എന്തായാലും ഡസൻ ഇവിടെ വേണം. കെവിൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അത് കേട്ടപ്പോൾ ഡസന് മനസ്സിലായി. ഡസൻ പറഞ്ഞ കാര്യം പൂർണ്ണമായും കെവിൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. കെവിന്റെ അച്ഛന്റെ അസുഖം ഭേദമായെന്നാണ് ഡസൻ പറഞ്ഞതെങ്കിലും അത് വിശ്വസിക്കണമെങ്കിൽ ആ കാഴ്ച അവർക്ക് കാണേണ്ടതുണ്ട്. ഡസൻ അതിന് മറുപടി പറയാൻ പോയതും സോഫിയ ഇസബല്ലയോട് പറഞ്ഞു, ഇസബല്ല ഒരു കാര്യം ചെയ്യും, ഡസനെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്തായാലും ഡസൻ ഇവിടെ തങ്ങട്ടെ. സോഫിയയും കൂടി അങ്ങനെ തീർത്തു പറഞ്ഞതും ഇസബല്ല സന്തോഷത്തോടുകൂടി ഡസനെ വിളിച്ച് പുറത്തേക്കിറങ്ങി. ഡസനെയും കൊണ്ട് ഇസബല്ല പുറത്തേക്കിറങ്ങുന്ന കാഴ്ച ഓവനെ തെല്ലെന്നുമല്ല അരിശപ്പെടുത്തിയത്. ശരിക്കും ഒരു ദേഷ്യം അവന്റെ മുഖത്ത് ഇരച്ചു കയറുന്നുണ്ട്. പക്ഷേ അവന്റെ അങ്കിളും ആന്റിയും കൂടിയാണ് ഇസബല്ലയെ ഡസനൊപ്പം പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാതെ ഓവൻ അങ്ങ് നിന്നു പോവുകയാണ്. ഇസബല്ല ശരിക്കും സന്തോഷത്തിലാണ്. അവളുടെ സുഹൃത്തു കൂടിയായ ഡസൻ റൈസ് ഇതാ അവളുടെ ഗ്രാൻഡ് പേയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഡസൻ അവളുടെ ഗ്രാൻഡ് പേയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം ഇസബല്ലയുടെ മുഖത്തുണ്ട്. ഇസബല്ല ഡസനെ കൊണ്ട് ടോബി കുടുംബത്തിന്റെ ആ എൻ്റർ ഏരിയ കാണിക്കുകയാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ടോബി കുടുംബത്തിന്റെ കീഴിലാണ്. എസ്റ്റേറ്റുകളും ഫാക്ടറികളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ആ കോമ്പൗണ്ടിനകത്തുണ്ട്. ടോർബി കുടുംബത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് നിന്ന് വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് അവരുടെ ആ പ്രോപ്പർട്ടി കടക്കാൻ ഒരുപാട് നേരം വേണമെന്ന് അർത്ഥം. ഡസൻ റൈസിനെയും കൊണ്ട് വാഹനത്തിലാണ് ഇസബല്ല അവരുടെ ആ കോമ്പൗണ്ടിനകം മുഴുവൻ കറങ്ങിയത്. ഏകദേശം ഉച്ചയാകുന്നവരെ ഇസബല്ലയും ഡസനും അങ്ങനെ കറങ്ങി നിറയ്ക്കായിരുന്നു. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഡസനും ശരിക്കും സന്തോഷം. വളരെ വിശാലമായ കോമ്പൗണ്ടിൽ അനവധി ഫാക്ടറികളും അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വലിയ കുടുംബത്തിന്റെ എല്ലാ പശ്ചാത്തലവും ടോബിക്കുണ്ട്. ഡസനെയും കൊണ്ട് ഇസബല്ല ഉച്ചയായപ്പോ ഒരു റെസ്റ്റോറന്റിലെത്തി. ടോർബി കുടുംബത്തിന്റെ കോമ്പൗണ്ടിന് പുറത്തുള്ള ഒരു ചെറിയ ടൗണിലാണ് ഇസബല്ല ഡസനുമായി ഭക്ഷണം കഴിക്കാൻ എത്തിയത്. അവർ രണ്ടുപേരും കൂടി ആ റെസ്റ്റോറന്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇസബല്ലെ കണ്ട് അനവധി ചെറുപ്പക്കാർ ഓടി അടുത്തേക്ക് വന്നു. ഇസബല്ല, എത്ര നാളായി കണ്ടിട്ട്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെട്ടെന്ന് ഇസബല്ലേക്ക് വളഞ്ഞു. അവരൊക്കെ ഇസബല്ലയ്ക്കൊപ്പമുള്ള ഡസനെ കൗതുകത്തോട് നോക്കിയാണ്. ഇസബല്ല, ഇതാരാ? എവിടെയാ നിന്റെ ഓവൻ? ഓവൻ സ്ട്രാറ്റ്ഫോർഡുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ആളാണ് ഇസബല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും ഓവനെ കുറിച്ച് തിരക്കിയത്. ഓവനെ കുറിച്ച് തിരക്കിയപ്പോ ഇസബല്ല അവരോട് പറഞ്ഞു, അയാൾ അവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ പറഞ്ഞിട്ട് ഇസബല്ല ഡസ്റ്റിനെ അവർക്ക് പരിചയപ്പെടുത്തി. ഇത് ഡസൻ റൈസ്, എന്റെ സുഹൃത്താണ്. ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് ഇസബല്ല ഡസൻ റൈസിനെ പരിചയപ്പെടുത്തുന്നത്. ആ ടീം ഒരു ടേബിളിനടുത്തേക്ക് ഇരുന്നപ്പോഴാണ് ആ ഹാളിലേക്ക് സാക്ഷൽ ഓവൻ കയറി വരുന്നത്. ഓവൻ ഇത്രയും നേരവും ഇസബല്ലയെയും അതുപോലെ ഡസനെയും ഫോളോ ചെയ്യുകയായിരുന്നു. അവരെവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഓവൻ അവസാനം അവരെ പിന്തുടർന്ന് ആ റെസ്റ്റോറന്റിൽ എത്തിയതാണ്. അകത്തേക്ക് കടന്നു വന്ന ഓവൻ
ഇസബല്ലയോട് പറഞ്ഞു, ഇസബല്ല, നീ എന്താ എന്നെ ഇൻവൈറ്റ് ചെയ്യാത്തത്? ഓവന്റെ പെട്ടെന്നുള്ള വരവും ആ ചോദ്യവും ഇസബല്ലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുകയാണ്. അവൾ ഓവനോട് പറഞ്ഞു, ഓവൻ, ഞാനെന്തിനാ നിന്നെ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യണം? ഇസബല്ല, പ്ലീസ് എന്നോട് ക്ഷമിക്കേ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഓവൻ, ആ വിഷയം നമ്മൾ സംസാരിച്ചതാണ്. ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡസൻ റൈസിന്റെ നേരെ എതിരെ ഇരിക്കുന്ന ഇസബല്ല അടുത്ത് എത്തി നിൽക്കുന്ന ഓവനോട് അങ്ങനെ പറഞ്ഞതും ഓവൻ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി. ശരിക്കും ഇസബല്ലയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയ ഓവൻ എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഓവൻ സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിലെ മെമ്പറാണ്. ഈ സതേൺ സിറ്റിയിൽ ടോർബി കുടുംബം കഴിഞ്ഞാൽ അടുത്ത പ്രമുഖ കുടുംബം സ്ട്രാറ്റ്ഫോർഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന കക്ഷിയാണ് ഈ ഓവൻ സ്ട്രാറ്റ്ഫോർഡ്. അയാളാണ് ഇതാ ഇസബല്ലയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത്. മുട്ടുകുത്തി ഇസബല്ലയോടായി ഓവൻ പറഞ്ഞു, ഇസബല്ല, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇസബല്ലയോട് അയാൾ അങ്ങനെ പറഞ്ഞപ്പോ ഇസബല്ല ഒന്ന് പതറിയും തോന്നുന്നു. ഇസബല്ല ഓവനോട് പറഞ്ഞു, നിന്റെ ഈ ആക്ഷൻ ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. നോക്കൂ ഇസബല്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അങ്ങനെ സ്ത്രീകളോട് അടുത്ത് പെരുമാറാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്റെ അടുത്തേക്ക് അവർ വന്നപ്പോ അറിയാതെ അങ്ങ് പറ്റിപ്പോയതാണ്. ഓവൻ, നീ അങ്ങനെ ഒഴിവൊഴിവെന്നും പറയണ്ട. മറ്റുള്ളവരുടെ മുകളിൽ നീ കുറ്റം ചുമത്തുന്ന ഈ പരിപാടി അത്ര നല്ലതല്ല. ഓവനോട് ഇസബല്ല അങ്ങനെ പറഞ്ഞതും ഓവന്റെ ശ്രദ്ധ ഡസ്റ്റിനിലേക്ക് പതിഞ്ഞു. ഡസ്റ്റിനെ നോക്കി ഓവൻ പറഞ്ഞു, ഡസ്റ്റിൻ, നീയാണ് എല്ലാത്തിനെയും കാരണക്കാരൻ. ഇസബല്ലയും ഓവനും നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡസൻ റൈസിന്റെ രംഗപ്രവേശം. അത് മുതലാണ് സത്യത്തിൽ ഇസബല്ലയ്ക്ക് ഓവനോട് ഒരു അതിർത്തി തോന്നി തുടങ്ങിയത്. ആ കാര്യം ഇപ്പൊ ഓവന് ഏതാണ്ട് ഉറപ്പാണ്. ഡസ്റ്റിനോടായി ഓവൻ അങ്ങനെ പറഞ്ഞതും ഡസൻ ഓവനോട് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഞാൻ പങ്കാളിയേ അല്ല. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഓവൻ എണീറ്റു. ഡസ്റ്റിൻ, നീ വലിയ വാചകമൊന്നും പറയണ്ട. എനിക്കറിയാം നിന്റെ ഈ അണ്ടർഹാൻഡ് ആക്ടിവിറ്റീസ്. നീ ഇസബല്ലയെ എനിക്കെതിരെ തിരിച്ചതാണ്. അല്ലെങ്കിൽ ഇസബല്ലയ്ക്ക് എന്നോട് ഇങ്ങനൊരു എതിർപ്പുണ്ടായില്ലായിരുന്നു. ഓവൻ അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, ഓവൻ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നിന്നെക്കുറിച്ച് ഞാൻ ഇസബല്ലയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇസബല്ലയോട് ഓവനെ കുറിച്ച് ഒന്നും ഡസൻ പറഞ്ഞിട്ടില്ലെന്ന് ഡസൻ തീർത്തു പറഞ്ഞെങ്കിലും ഓവന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓവൻ പതുക്കെ പതുക്കെ ഡസ്റ്റിനോട് അതും ഇതും പറഞ്ഞ് ഡസ്റ്റിനെ ഒന്ന് ചൂടുപിടിപ്പിക്കുകയാണ്. ഡസ്റ്റിൻ, നീ വലിയ ആളാണെന്നൊന്നും കരുതണ്ട. നിന്നെ ഞാൻ നോക്കി വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പതുക്കെ ആ സംഭാഷണം രണ്ടുപേരും തമ്മിലുള്ള ഒരു വഴക്കിലേക്ക് നീങ്ങുന്ന കണ്ടതും ഇസബല്ല ഓവനോട് പറഞ്ഞു, ഓവൻ, നീ എന്തായി കാണിക്കുന്നത്? ഇസബല്ല, നീ മാറി നിൽക്കുക. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ആണാണെങ്കിൽ എന്നോട് എതിരിട്. ശരിക്കും ഡസ്റ്റിനെ ഏതാണ്ട് പിഴുത്തിയ ശൈലിയിൽ ഓവൻ സംസാരിച്ചു തുടങ്ങിയതും ഡസ്റ്റിൻ ഓവനോട് പറഞ്ഞു, മിസ്റ്റർ ഓവൻ, നിങ്ങളോട് എതിരിടാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. നിങ്ങൾ വേറെ ആളെ നോക്ക്. എന്താ ഡസ്റ്റിൻ, ആണുങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നിനക്ക് ഭയമുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഓവൻ ഡസ്റ്റിനെ ഒന്ന് തള്ളി. ശരിക്കും ഡസ്റ്റിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഓവൻ കടക്കുകയാണ്. പതുക്കെ പതുക്കെ ഓവന്റെ പ്രകോപനം ഡസ്റ്റിനെ ഒന്ന് അരിശപ്പെടുത്തി തുടങ്ങി. ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള ആ ഹാളിൽ ഓവനെ എല്ലാവർക്കും അറിയാം. ഡസ്റ്റിൻ ഒരു പുതുമുഖവുമാണ്. ഓവൻ സ്ട്രാറ്റ്ഫോർഡ് കുടുംബത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവായതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഓവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓവൻ ഒരു പുതുമുഖത്തെ ഇട്ട് വട്ടം തട്ടുന്നത് കാണുമ്പോൾ ഒരു സുഖം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇസബല്ല ആകെ പെട്ടതുപോലെയാണ്. ഇസബല്ല ഓവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓവൻ അതൊന്നും വകവയ്ക്കാതെ ഡസ്റ്റിനുമായിട്ട് ഒരു ഫൈറ്റിനുള്ള ഒരുക്കത്തിലാണ്. ഓവൻ അയാളുടെ ഷർട്ട് പെട്ടെന്ന് ഊരി. ഷർട്ട് ഓവൻ ഊരിയപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ ഓവനിലേക്ക് വന്നു. ഓവന്റെ ശരീരം നല്ല ഉറച്ച മസിലുകളുള്ള ശരീരമാണ്. അയാളൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഉറച്ച മസിലുകൾ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് ഓവൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിട്ടത് എന്നെ കൊണ്ട് പറ്റാത്ത കൊണ്ടാണ് എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഞാൻ പലപ്പോഴും വാൺ ചെയ്ത് വിട്ടതാണ്. ഇനി എന്തായാലും നിന്നെ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈ നിവർത്തി ഇടി. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഓവൻ ഡസ്റ്റിനെ ആഞ്ഞിടിച്ചത്. ഓവന്റെ ഇടി ഡസ്റ്റിന്റെ മുഖത്ത് പതിക്കുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ പെട്ടെന്ന് ഡസ്റ്റിൻ ഓവന്റെ കയ്യിലേക്ക് പിടിച്ചു. ഓവനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഡസ്റ്റിൻ ആ കയ്യിലേക്ക് പിടിച്ചത്. ഓവന്റെ കയ്യിൽ പിടിച്ച ഡസ്റ്റിൻ ആ കൈയൊന്ന് തിരിച്ചിട്ട് ഓവനൊന്ന് പുറകോട്ട് തള്ളി. ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഡസൻ റൈസ് അയാളുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് തള്ളിയപ്പോൾ ഓവൻ ഒന്ന് ഞെട്ടി. അതിവേഗതയിലാണ് ഓവൻ യഥാർത്ഥത്തിൽ ഡസ്റ്റിനെ ഇടിച്ചത്. ഡസ്റ്റിനെ ഇടിക്കുമ്പോൾ ഡസ്റ്റിൻ ആ കൈ പിടിക്കുമെന്ന് അയാൾ തീരെ കരുതിയിരുന്നല്ല. ഡസ്റ്റിന് ഒഴിവന്നോ തിരിച്ചിടിക്കുമെന്നോ അല്ലെങ്കിൽ ഇടിയേറ്റ് താഴെ വീഴുമെന്നോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഓവൻ കരുതിയത്. പക്ഷേ
അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ കൈ പിടിച്ച് ഡസൻ പുറകോട്ട് തള്ളുകയായിരുന്നു. ദേഷ്യമെന്ന ഓവൻ കൈ ഒന്ന് അനക്കിയിട്ട് ഒന്ന് മുന്നോട്ട് ചാടി ഒരു ഒറ്റ ഇടി. വളരെ ചെറിയ പ്ലേസിൽ നിന്നുകൊണ്ടാണ് ഈ ഇടി നടക്കുന്നത്. ഡസന്റെ മുകളിലേക്ക് ചാടി ഉയർന്ന് ഇടിച്ച ഓവനെ ഒന്ന് നോക്കി ഡസൻ ഒന്ന് മാറിയ ഡസൻ അതേ വേഗതയിൽ ഇടത് കൈ കൊണ്ട് ഓവൻ ഒരൊറ്റ ഇടി. ഓവൻ ഡസന്റെ പുറത്തേക്ക് ചാടി വീണ അതേ വേഗതയിൽ തന്നെ ഡസനെ കടന്ന് മുന്നോട്ട് പോയി ഒരു ടേബിളിൽ ഇടിച്ച് താഴേക്ക് വീണു. ആ ടേബിളിൽ ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അത് എല്ലാം കൂടെ കമന്ന് ഓവന്റെ പുറത്തേക്ക് വീണു. തറയിലേക്ക് വീണ ഓവന്റെ പുറത്തുകൂടി ടേബിളിന്റെ മുകളിൽ നിന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ വന്ന് വീണതും ഓവൻ ചാടി എണീറ്റെങ്കിലും അയാളുടെ പുറത്തൊക്കെ ഭക്ഷണം വീണതിന്റെ സകല ലക്ഷണമുണ്ട്. ശരിക്കും ഓവന്റെ ആ അവസ്ഥ എല്ലാ ആളുകളെയും ചിരിപ്പിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. പക്ഷെ ഒരാളും ചിരിക്കുന്നില്ല. ആ റെസ്റ്റോറൻറ്റിലുള്ള ആളുകളൊക്കെയും സ്റ്റാൻഫോർഡ് കുടുംബത്തെ ഭയക്കുന്നവരാണെന്ന് വ്യക്തം. ചാടി എണീറ്റ ഓവൻ മുഖം ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഡസൻ ഓവനോട് പറഞ്ഞു, ഡേയ് പോയി തരത്തിന് കളിക്ക്. ഡസന്റെ ആ പറച്ചിൽ ഓവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഓവൻ ഒന്ന് കറങ്ങി തിരിയുമ്പോഴേക്കും അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. കത്തിയുമായി ഓവൻ പിന്നെയും ഡസ്റ്റനെ കുതിച്ചു. ശരിക്കും ഡസ്റ്റൻ വീണ്ടും കസേരയിലേക്ക് ഇരിക്കാൻ പോയ ആ നിമിഷത്തിലാണ് ഓവൻ ഡസ്റ്റിനടുത്തേക്ക് കുതിച്ചെത്തിയത്. അതിവേഗതയിൽ കുതിച്ചെത്തിയ ഓവൻ കത്തി കൊണ്ട് ഡസ്റ്റൻ റൈസിനെ ആഞ്ഞു കുത്തിയതും ഡസ്റ്റൻ തിരിയാതെ തന്നെ ഓവന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഓവന്റെ കയ്യിൽ പിടിച്ച ഡസ്റ്റൻ തലയ്ക്ക് മുകളിലൂടെ ഓവനെ വലിച്ചു മുന്നിലേക്ക് ഇട്ടു. ആ കസേരയിൽ നിന്ന് എണീക്കാതെ തന്നെ കുത്തിയ ഓവനെ ഒറ്റ കയ്യിൽ വലിച്ച് മുകളിലൂടെ താഴേക്ക് ഡസ്റ്റൻ ഇട്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമാണ്. തറയിലേക്ക് ഏതാണ്ട് മലർന്നടിച്ച് ഓവൻ താഴെ വീണ ഓവനെ ഡസൻ കോളർ തൂക്കി എടുക്കാനായി ഒന്ന് കുനിഞ്ഞതും പെട്ടെന്ന് കിണങ്ങുന്നൊരു ശബ്ദം കേട്ടു. ഡസൻ റൈസ് ഒരു നിമിഷം നിശ്ചലനായി പോയി എന്ന് പറയാം. ഡസന്റെ തലയിൽ അതിശക്തമായി ഒരു വൈൻ കുപ്പി പൊട്ടിയ ശബ്ദമാണ് അവിടെ കേട്ടത്. ആ വൈൻ കുപ്പി പൊട്ടി വൈൻ ഡസന്റെ തലയിൽ കൂടി ഒലിച്ചിറങ്ങുകയാണ്. അടിയേറ്റ ഡസൻ ഒന്ന് തിരിയുമ്പോൾ ഡസൻ കാണുന്നത് പൊട്ടിയ വൈൻ കുപ്പിയുമായി നിൽക്കുന്ന സാക്ഷാൽ ഇസബെല്ലയാണ്. ഇസബെല്ലയുടെ കയ്യിൽ ആ വൈൻ കുപ്പിയുടെ ബാലൻസാ ഉള്ളത്. ആ വൈൻ കുപ്പിയിലേക്കും ഡസനിലേക്കും ഇസബെല്ല മാറി മാറി നോക്കുകയാണ്. ഡസൻ ഇസബെല്ലയോട് ചോദിച്ചു, ഏയ് ഇസബെല്ല, നീ എന്തായി കാണിച്ചേ? ഡസൻ, നിന്റെ കയ്യിൽ ഓവൻ എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് പ്രശ്നം വരുന്നു എഴുതിയിട്ട് ഞാൻ നിന്നെ തടുത്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസബെല്ല ഓടി ഓവനടുത്തെത്തി. തറയിൽ വീണ് കിടക്കുന്ന ഓവനെ പിടിച്ച് എണീപ്പിക്കുകയാണ് ഇസബെല്ല. ഡസൻ റൈസ് ഏതാണ്ട് കിളി പോയതുപോലെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇസബെല്ലയ്ക്ക് വേണ്ടി ഓവനോട് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കിയ ഡസൻ നോക്കി നിൽക്കേ ഇസബെല്ല ഓവനെ എണീപ്പിച്ചു. ഓവന്റെ കഴുത്തിൽ കൂടി കൈയിട്ട് ഇസബെല്ല ഡസനോട് പറഞ്ഞു, ഡസൻ, നീ കാണിച്ച ശരിയല്ല. ഇസബെല്ല, നീ എന്തായി പറയുന്നത്? അവനല്ലേ എന്നെ ആക്രമിച്ചത്, അവനെന്നെ കൊല്ലാൻ വന്നുകൊണ്ടല്ലേ ഞാൻ അവനെ തിരിച്ചടിച്ചത്. ഡസൻ എന്തായി പറയുന്നത്? ഓവൻ ഡസനെ ഒന്ന് പേടിപ്പിക്കാൻ വന്നതല്ലേ. ഡസൻ റൈസിന്റെ മുതുകിൽ കത്തി കുത്തിയിറക്കാനായി കുതിച്ച് ഓവൻ വന്നത് യഥാർത്ഥത്തിൽ ഡസനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ഇസബെല്ലയുടെ സാക്ഷ്യം. ഇസബെല്ല പറയുന്ന കേട്ട് ഡസൻ അമ്പരപ്പോടെ ഇസബെല്ലെ നോക്കുമ്പോൾ ഓവൻ ഡസനോട് പറഞ്ഞു, ഡസൻ, നീ തീർന്നടാ. നീ ആരെ കൈവച്ചെന്ന് എനിക്കറിയാവൂ. നീ തൊട്ടത് സ്റ്റാറ്റ്ഫോർഡ് കുടുംബത്തിലെ ഓവനെയാണ്. നീ ഇനി ജീവനോടെ ഇവിടുന്ന് പുറത്തു പോകില്ല. ഓവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഡസൻ ഇസബെല്ലയോട് ചോദിച്ചു, ഇസബെല്ല, നീ എന്തിനാ എന്നെ വൈൻ കുപ്പിയോട്ട് അടിച്ചത്? ഡസൻ, ഞാൻ പറഞ്ഞല്ലോ, ഡസ്റ്റൻ ഓവനെ ഉപദ്രവിക്കുന്നത് തടയാൻ വേണ്ടിയാ ഞാൻ അടിച്ചത്. ഞാൻ അങ്ങനെ തടഞ്ഞതുകൊണ്ട് ഇപ്പോ രക്ഷപ്പെട്ടത് ഡസ്റ്റൻ അല്ലേ. ഇസബെല്ല, നീ എന്താ പറഞ്ഞേ? അതെ ഡസ്റ്റൻ, ഞാൻ അങ്ങനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഡസ്റ്റൻ ഓവനെ ഉപദ്രവിച്ചനെ. അങ്ങനെ ഉപദ്രവിച്ചതെങ്കിൽ ഡസ്റ്റന് എന്ത് സംഭവിക്കുമായിരുന്നു? ഈ സ്റ്റാറ്റ്ഫോർഡ് കുടുംബം ഉറപ്പായും ഡസ്റ്റനെ നേരിടില്ലേ. ഇപ്പോ ഞാൻ ഡസ്റ്റനെ രക്ഷിച്ചിരിക്കുകയല്ലേ. സ്റ്റാറ്റ്ഫോർഡ് കുടുംബവുമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വഴക്കിൽ നിന്ന് ഡസ്റ്റിനെ രക്ഷിച്ചത് ഇസബെല്ലയാണ്. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇസബെല്ല ആ വൈൻ കുപ്പി ഡസ്റ്റന്റെ തലയിലേക്ക് അടിച്ചത്. നല്ല രസകരമായ എക്സ്പ്ലനേഷൻ. ഇസബെല്ലയുടെ എക്സ്പ്ലനേഷൻ കേട്ട ഡസ്റ്റൻ ഇസബെല്ലയോട് ചോദിച്ചു, ഇസബെല്ല, നിനക്ക് വേണ്ടിയില്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? നിനക്ക് വേണ്ടിയില്ലേ ഞാൻ ഓവനോട് വഴക്കുണ്ടാക്കിയത്? എന്നിട്ടിപ്പോ നീ എന്നെ തള്ളി പറയുന്നു. ഡസ്റ്റൻ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരിക്കലും എനിക്ക് യോജിച്ച ആളല്ല. പെട്ടെന്ന് ഇസബെല്ല അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റൻ ശരിക്കും അന്താളിച്ചു എന്ന് തന്നെ പറയാം. ഇസബെല്ല, നീ എന്താ പറഞ്ഞേ? ഡസ്റ്റൻ, നീ എന്റെ ബോയ് ഫ്രണ്ട് ആകാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ചേരത്തില്ല. നീ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. നിന്നെപ്പോലെ ലോ ലെവലിലുള്ള ഒരാളുമായി സൗഹൃദം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചെടുത്താണ് പ്രശ്നം. ഇസബെല്ല, നീ പറഞ്ഞു വരുന്നത്? അതെ മിസ്റ്റർ ഡസ്റ്റൻ, നീ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ലെവൽ കക്ഷിയാണ്. ഞാൻ ടോർബി കുടുംബത്തിലെ ഇസബെല്ലയാണ്. എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമാണ്. നീയും അത്തരത്തിലുള്ള ആളെന്ന് എനിക്കറിയാം.
പക്ഷെ നീയുമായി ഞാനുണ്ടാക്കിയ സൗഹൃദം ലേശം കൂടിപ്പോയതായിട്ട് എനിക്കിപ്പോ തോന്നുകയാണ്. അത്രയും വേണ്ടിയിരുന്നില്ല. ഇസബലയുടെ ജീവൻ രക്ഷിച്ച, ഇസബലയുടെ വീട്ടിലെ അവളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ജീവൻ രക്ഷിച്ച ഡസ്റ്റിനെ ഇസബല്ല ഓവന് വേണ്ടി തള്ളി പറയുന്നത് കണ്ടതും ഡസ്റ്റിൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് പുറത്തിറങ്ങി. ഡസ്റ്റിന് സംസാരിക്കാൻ ഒന്നുമില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് കഥയിലൊരു മാറ്റം ഉണ്ടായപ്പോൾ ആ മാറ്റം ശരിക്കും സന്തോഷിപ്പിച്ചത് ഓവനെയാണ്. അവന്റെ ഇസബല്ല അവന് നഷ്ടമാകുമോ എന്നൊരു സംശയം പോലും ഓവന് ഉണ്ടായിരുന്നു. ആ സംശയമൊക്കെ ഇതാ മാറിയിരിക്കുകയാണ്. ഇസബല്ല ഓവന്റേതാണെന്ന് ഇസബല്ല തന്നെ ഇതാ സമ്മതിക്കുകയാണ്. ആ റെസ്റ്റോറന്റിൽ നിന്ന് ഡസൻ റൈസ് ടോബി ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ടോബി ഭവനത്തിൽ സോഫിയും കെവിനും ഒരു പരീക്ഷണശാലയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ യഥാർത്ഥത്തിൽ പൂർണ്ണ സമയവും ആ പരീക്ഷണശാലയിലായിരുന്നു എന്ന് തന്നെ പറയാം. ടോർവേ കുടുംബത്തിന്റെ ലാബിൽ അവർ ആ ഓയിൻമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡസൻ റൈസിന്റെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കിയ ആ ഫോർമുല അനുസരിച്ചുള്ള ഓയിൻമെന്റ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓയിൻമെന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും ആ ഓയിൻമെന്റ് ശരിക്കും മുറിവുകളുള്ള ഒരാളുടെ പുറത്ത് തേച്ചിട്ട് ആ മുറിവുകൾ വെച്ച് കെട്ടി അയാൾ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ടോർവേ കുടുംബത്തിലെ സോഫിയും കെവിനും ബെഞ്ചമിനും അങ്ങനെ അനവധി ആളുകൾ അവിടെയുണ്ട്. ഡോക്ടേഴ്സും അതുപോലെ ആൽക്കമിസ്റ്റുകളായ ഒത്തിരിയേറെ ആളുകൾ ആ രോഗിയായ ആളുടെ അടുത്ത് നിൽക്കുകയാണ്. അവർ അയാളുടെ പുറത്ത് മരുന്ന് തേച്ചിട്ട് കൃത്യം 30 മിനിറ്റ് ആകാൻ പോവുകയാണ്. 30 മിനിറ്റ് കഴിയുമ്പോൾ ആശാവഹമായ മാറ്റം ഉണ്ടാകുമെന്നാണ് ഡസൻ റൈസ് നേരത്തെ സോഫിയോട് പറഞ്ഞിരുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് അയാളുടെ പുറത്തുനിന്ന് ആ ഓയിൻമെന്റ് തുടച്ചു മാറ്റി. ഓയിൻമെന്റ് തുടച്ചു മാറ്റിയതും ആ എൻ്റെ ടീമും ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ മനുഷ്യന്റെ പുറത്തുണ്ടായിരുന്ന മുറിവുകൾ ഏതാണ്ട് നിശേഷം മാറിയിരിക്കുകയാണ്. എല്ലാ മുറിവുകളും കരിഞ്ഞിരിക്കുന്നു. ആ കാഴ്ച കണ്ട സോഫിയും കെവിനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ രോഗിയുടെ പുറത്ത് വീണ്ടും വീണ്ടും ഒന്ന് നോക്കിയതിനു ശേഷം സോഫിയ കെവിനുമായി അവിടെ ഓഫീസ് മുറിയിലേക്ക് വന്നു. ആ മുറിയിലേക്ക് കയറിയ കെവിനും സോഫിയും ഒരേ സന്തോഷത്തിലാണ്. സോഫിയ, നമ്മുടെ ലൈഫിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. കെവിൻ, ആ മരുന്നിന് ഇത്രയും ഗുണമുണ്ടാവുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയിരുന്നില്ല. നമുക്ക് ഈ മരുന്ന് നമ്മുടെ രാജ്യം മുഴുവൻ വിൽക്കാൻ പറ്റും. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ വിൽക്കാൻ പറ്റും. ഇതുപോലെ ഇഫക്റ്റീവായ ഒരു മരുന്നും ഇതുവരെ ഇറങ്ങിയിട്ടേ ഇല്ല. മുറിവ് ഇത്ര വേഗത്തിൽ ഉണക്കാൻ കഴിയുന്ന ഒരു മരുന്ന് മാർക്കറ്റ് പിടിക്കുന്നുള്ള കാര്യത്തിൽ സോഫിയയ്ക്ക് ഒരു സംശയമില്ല. കെവിനും അതേ അഭിപ്രായമാണ്. പെട്ടെന്ന് സോഫിയ കെവിനോട് പറഞ്ഞു, കെവിൻ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ സോഫിയ പ്രശ്നം? ഈ മരുന്നിന്റെ കുറിപ്പടി നമ്മുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. സോഫിയ, നീ പറയുന്നത്? അത് കെവിൻ, ഈ കുറിപ്പടി ഇപ്പോ ഡസ്റ്റിന്റെ കൈവശമുണ്ട്. ഡസ്റ്റിൻ നാളെ ഈ കുറിപ്പടി മറ്റാർക്കെങ്കിലും കൊടുത്താലും? സോഫിയുടെ ചോദ്യത്തിന്റെ അർത്ഥം കെവിന് വ്യക്തമായി മനസ്സിലായി. ലോകത്തിപ്പോ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന്റെ കുറിപ്പടി കൈവശമുള്ളത് ടോർബി കുടുംബത്തിന്റെ കയ്യിലും അതുപോലെ ഡസൻ റൈസിന്റെ കയ്യിലുമാണ്. ഡസൻ റൈസ് ആ കുറിപ്പടി മറ്റാർക്കെങ്കിലും കൊടുത്താൽ അത് ഒരു വിഷയമാണ്. അതൊരു ത്രെട്ടാണ് ടോർബി കുടുംബത്തിന്. ആ കാര്യം ഇപ്പൊ സോഫിയയ്ക്കും കെവിനും നന്നായിട്ട് അറിയാം. സോഫി, അപ്പൊ നീ പറയുന്നത് കെവിൻ ഒരു ത്രെട്ടും വളരാൻ നമ്മൾ അനുവദിക്കരുത്. സോഫി, നീ പറയുന്നത് ഡസ്നെ? അതെ, അത് തന്നെ, തീർക്കണം. ഡസൻ റൈസിനെ തീർക്കണമെന്ന് സോഫിയ പറഞ്ഞതും കെവിൻ ഒന്ന് ചിരിച്ചു. ശരിയാണ്, നമുക്ക് ഇനി ഡസ്ന് ആവശ്യമില്ല, അവനെ തീർക്കേണ്ട സമയമായി. ഈ സംഭാഷണം അവിടെ നടക്കുമ്പോഴേക്കും ഡസൻ റൈസ് ടോർബി കുടുംബത്തിൽ മടങ്ങി എത്തിക്കഴിഞ്ഞിരുന്നു. ഡസൻ അവന്റെ മുറിയിൽ വിശ്രമിക്കുകയാണ്. മുറിയിൽ മടങ്ങിയെത്തിയ ഡസന്റെ മനസ്സ് ആകെ കലുഷിതമാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസബല്ല പെരുമാറിയ രീതി ഡസൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഡസൻ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച അത് കിടന്നു തന്നെ. ഡസനെ ശരിക്കും ഇസബലിന്റെ പെരുമാറ്റം ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ടോർബി കുടുംബത്തിൽ ഇസബല്ലയെ ഒരു നല്ല കുട്ടിയായിട്ടാണ് ഇതുവരെ ഡസൻ റൈസ് കരുതിയിരുന്നത്. ആ ധാരണകളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. ടോർബി കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ഇനി 2 ചെടികൾ കൂടി ഡസന് കിട്ടാനുണ്ട്. നാളെ രാവിലെ ആ ചെടികൾ ചോദിച്ചു വാങ്ങണം. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഡസൻ റൈസ് അന്ന് ഉറങ്ങാൻ കിടന്നത്. രാവിലെ 9 മണി. ഡസൻ റൈസിന്റെ മുറിയുടെ വാതിൽക്കൽ മുട്ടുകേട്ടതും ഡസൻ ഉറക്കെ പറഞ്ഞു, ഏസ് കടന്നുവാ. അകത്തേക്ക് വന്നത് ഏകദേശം ഒരു 20 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ വാതിൽ തുറന്നു വെച്ചതിന് ശേഷം ഒരു വലിയ പ്ലേറ്റുമായിട്ടാണ് അകത്തേക്ക് വന്നത്. വന്നോടെ തന്നെ അവൻ ഡസൻ റൈസിന്റെ മുറിയിലെ ഡൈനിങ് ടേബിളിന് മുകളിൽ എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചു തുടങ്ങി. ഹേയ് സ്കോട്ട്, എന്താ ഇത്? സർ ഡസൻ, സർ അങ്ങയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കൊണ്ടുവന്നത്. ഹേയ് സ്കോട്ട്, ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ ഇത്. ഇത്രയും വിഭവങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയത്? സാർ, അങ്ങ് ഇവിടെ വല്ലപ്പോഴൊക്കെയല്ലേ വരുന്നത്. അങ്ങ് എന്തായാലും ഇന്ന് പോവുകയല്ലേ? പോകുന്നതിന് മുമ്പ് കുറച്ച് രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അങ്ങേക്ക് തരാമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. സാർ, ഇത് പ്രോണാണ്. ഇതിന്റെ ഈ തീയൽ ശരിക്കും നല്ല രുചിയാണ്. അടിപൊളി വിഭവങ്ങളുടെ
ഒരു നിര തന്നെ സ്കോട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സ്കോട്ട് ശരിക്കും സന്തോഷത്തിലാണ്. സ്കോട്ടിന്റെ സന്തോഷം കണ്ടതും ഡസൻ സ്കോട്ടിനോട് ചോദിച്ചു, സ്കോട്ട്, നീ രാവിലെ വല്ലതും കഴിച്ചു? ഇല്ല സാർ, ഞാൻ പിന്നീട് കഴിച്ചോളാം. സ്കോട്ട്, നീ ഇരിക്കേ, നമുക്കൊന്നിച്ച് കഴിക്കാം. വേണ്ട സാർ, സാറ് കഴിക്കേ, സാറ് കഴിക്കുന്ന കാണാനാണ് എനിക്ക് സന്തോഷം. സ്കോട്ട്, നീ ഇരിക്കേ. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും സ്കോട്ട് അവിടെ കസേരയിരുന്നു. സ്കോട്ട്, കഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഡസൻ സ്കോട്ടിന്റെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് നീക്കി വെച്ച് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഡസൻ തന്നെ സ്കോട്ടിന്റെ പ്ലേറ്റിലേക്ക് വിളമ്പി. സ്കോട്ട്, എടുത്ത് കഴിക്കേ. സാർ, ഞാൻ കഴിക്കാം, സാറ് കഴിക്കേ. സ്കോട്ട്, എനിക്ക് ഇപ്പൊ തൽക്കാലം വേണ്ട. സ്കോട്ട്, ഞാൻ കഴിച്ചോളാം. എന്തായാലും ആദ്യം സ്കോട്ട് കഴിക്കേ. സാർ, അതല്ല സാർ, സാറ് കഴിക്കേ. സ്കോട്ട്, സ്കോട്ട് കഴിക്കേ. അല്ല, സാറ് കഴിക്കേ. സ്കോട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നീട് കഴിക്കാമെന്ന്. സ്കോട്ട് കഴിക്കേ. അല്ല, സാറ് കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. സ്കോട്ട്, ഞാൻ പറഞ്ഞു ഞാൻ പിന്നീട് കഴിച്ചോളാമെന്ന്. ഇപ്പോ സ്കോട്ട് കഴിക്കേ. ഡസനെ എത്ര നിർബന്ധിച്ചിട്ടും സ്കോട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. അത് കണ്ടതും ഡസൻ സ്കോട്ടിനോട് പറഞ്ഞു, സ്കോട്ട്, എന്താ ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടോ? കഴിക്കാനൊരു ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നുമില്ല സർ. സർ, ആരാ സർ വിഷം ചേർക്കുക? എന്താ കഴിക്കേ. അങ്ങനെ ഡസൻ റൈസ് വീണ്ടും പറഞ്ഞതും സ്കോട്ട് പതുക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ വീണ്ടും ഡസനോട് പറഞ്ഞു, സാർ, അങ്ങ് കഴിക്കണം സാർ. വീണ്ടും സ്കോട്ട് ഡസനോട് പറഞ്ഞതും ഡസൻ സ്കോട്ടിനോട് പറഞ്ഞു, ഞാനെന്തായാലും ഇപ്പൊ കഴിക്കുന്നില്ല, ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കും. അതുവരെ അതിനു മുമ്പ് നീ ഒന്ന് കഴിക്കും. ഡസൻ അപ്പോ ഭക്ഷണം കഴിക്കില്ല എന്ന് കേട്ടതും സ്കോട്ട് പെട്ടെന്ന് ചാടി എണീറ്റ അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. കത്തിയുമായി അതിവേഗതല അവൻ ടേബിളിന് മുകളിലൂടെ ഡസനടുത്തേക്ക് പാഞ്ഞു വന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വേഗത സ്കോട്ടിനുണ്ടായിരുന്നു. ടേബിളിന് മുകളിലൂടെ മുന്നോട്ട് കുതിച്ച സ്കോട്ട് അതിശക്തമായി ആ കത്തി ഡസന്റെ കഴുത്തിലേക്ക് തന്നെ ഒറ്റ കുത്തു. ഡസന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് ആ കത്തി എത്തിയതും ഡസൻ സ്കോട്ടിന്റെ കൈ കത്തിയോട് ചേർത്തങ്ങ് പിടിച്ചു. ഒരു നിമിഷം ടക്കെന്നൊരു ശബ്ദം കേട്ടു. ആ കൈ ഒന്ന് ഒടിഞ്ഞു. ആ കത്തി താഴേക്ക്. സ്കോട്ട്, ഇനി പറ, ആര് പറഞ്ഞിട്ടാ നീ ഭക്ഷണത്തിൽ വിഷം ചേർത്തത്? ആരും പറഞ്ഞിട്ടല്ല. പിന്നെ നീ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അത് പിന്നെ അങ്ങനെ സ്കോട്ട് പറഞ്ഞതും പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരു മനുഷ്യൻ അകത്തേക്ക് വന്ന മനുഷ്യൻ വാളെടുത്തൊരൊറ്റ വെട്ട്. ഡസന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് വന്ന മനുഷ്യന്റെ വാള് സ്കോട്ടിന്റെ കഴുത്തിലൂടെ അങ്ങ് കടന്നുപോയി. സ്കോട്ടിന്റെ തല അറ്റ് താഴേക്ക് വീണു. ബെഞ്ചമിൻ, നിങ്ങൾ എന്തായി ചെയ്തേ? ഡസൻ, ഇവനെ പോലൊരു ചതിയനെ ഇത്രയും നാൾ ഞങ്ങൾക്ക് തീറ്റിപ്പോറ്റേണ്ടി വന്നതിൽ ശരിക്കും വിഷമമുണ്ട്. ഡസൻ, സോറി, ഇത് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചത്. ഈ സമയത്ത് എന്താ ഇവിടെ സംഭവിച്ചത് അങ്ങനെ ചോദിച്ചുകൊണ്ട് സോഫിയും കെവിനും അകത്തേക്ക് ഓടി വന്ന കെവിനും സോഫിയും താഴെ വീണ് കിടക്കുന്ന സ്കോട്ടിന്റെ ഡെഡ് ബോഡി കണ്ട് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. തലയറ്റ് കിടക്കുന്ന സ്കോട്ടിന്റെ ശരീരവും തലയും രണ്ട് ഭാഗത്തായി കിടക്കുകയാണ്. അടുത്ത് വാളുമായി ബെഞ്ചമിൻ നിൽക്കുകയാണ്. ബെഞ്ചമിൻ പെട്ടെന്ന് കെവിനോട് പറഞ്ഞു, സാർ, ഇവൻ ഡസനെ കൊല്ലാൻ ശ്രമിച്ചു സാർ. ഞാൻ പെട്ടെന്ന് കണ്ടെത്തിയതുകൊണ്ട് അപകടം ഒഴിവായി. പെട്ടെന്നുള്ള ബെഞ്ചമിന്റെ മറുപടി കേട്ടതും കെവിനും സോഫിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. കെവിൻ ഡസനോട് പറഞ്ഞു, ഡസൻ, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. തെരുവിൽ നിന്ന് കിട്ടിയ പയ്യനാണ്. ബെഞ്ചമിൻ ഇവിടെ കൊണ്ടുവന്നപ്പോ ഞങ്ങൾ ഇവിടെ വളർത്താൻ അനുവദിച്ചതാണ്. അതേ ഡസൻ, സത്യമായിട്ടും തെറ്റ് എന്റേതാണ്. ഒരു അനാഥ ബാലനല്ലേ എന്ന് കരുതി ഞാൻ കൂടെ കൂട്ടിയതാണ്. പക്ഷെ അവന്റെ മനസ്സിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നേയല്ല. വളരെ മനോഹരമായ ഒരു നാടകം തന്റെ മുന്നിൽ അരങ്ങേറുകയാണെന്ന് ബെഞ്ചമിന്റെയും സോഫിയുടെയും അതുപോലെ കെവിന്റെയും അഭിനയം കണ്ടപ്പോ ഡസന് ഉറപ്പായി. അവർ മൂന്നുപേരും നാടകത്തിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. തന്നെ കൊല്ലാൻ വേണ്ടി ടോർബി കുടുംബം തന്നെയാണ് തീരുമാനമെടുത്തത്. തലേ ദിവസം ടോർബി കുടുംബത്തിലെ ഇസബല്ല ചെയ്ത കാര്യവും ഇന്ന് രാവിലെ സംഭവിച്ച കാര്യവും ഒരു നാണയത്തിന് തന്നെ രണ്ട് വശങ്ങളാണ്. ഈ ടോർബി കുടുംബം വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും ഡസൻ സോഫിയോട് ചോദിച്ചു, ആന്റി എനിക്ക് നൽകാന്ന് പറഞ്ഞ ആ ചെടി തന്നില്ല. ഡസൻ, അതാ ഞാൻ പറയാൻ വന്നത്. ഗ്രാൻഡ്പ രാവിലെ ഉറക്കമണിയിട്ടുണ്ട്. പക്ഷെ ഗ്രാൻഡ്പയെ ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ആ ജിൻസിങ് വേണം. ആന്റി പറയുന്നത്? അതെ ഡസന് ഞാൻ നൽകിയ ആ ജിൻസിങ് എനിക്ക് തിരിച്ചു വേണം. ആന്റി, അതെങ്ങനെ ശരിയാവും? ആന്റിക്ക് ഞാൻ ഓയിൻമെന്റിന്റെ ഫോർമുല നൽകിയപ്പോ അതിന് പകരമായി ആന്റി എനിക്ക് നൽകിയതില്ലേ ആ ജിൻസിങ്? ഡസൻ, എനിക്ക് ആ ഓയിൻമെന്റ് ഫോർമുലയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് സോഫിയ അവളുടെ പോക്കറ്റിൽ നിന്ന് ഡസന് എഴുതിയ ആ ജെയ്ഡ് ഡ്യൂ ഓയിൻമെന്റിന്റെ ആ പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഡസൻ നൽകിയ ആ പേപ്പർ ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്ക് ആ ജിൻസിങ് തിരിച്ചു വേണം. കൊള്ളാമല്ലോ, ഞാൻ എഴുതി നൽകിയ കുറിപ്പടി വായിച്ച് കാണാതെ പഠിച്ചിട്ട് ആ പേപ്പർ എനിക്ക് തിരിച്ചു നൽകിയാൽ ആർക്കും കഥ മനസ്സിലാവില്ലെന്നാണ് ആന്റി കരുതിയിരിക്കുന്നത്. നിങ്ങൾ കൊള്ളാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? കുറെ കോപ്പി എടുത്തതിന് ശേഷം ആ ഒറിജിനൽ പേപ്പർ എനിക്ക് തിരിച്ചു നൽകിയാൽ എനിക്ക്
കാര്യം മനസ്സിലാകില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏയ് ഡസൻ, ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് സോഫിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ, ഇവിടെ നിന്ന് ജീവനോട് തിരിച്ചു പോകണമെങ്കിൽ ആ ജിൻസിങ് മടക്കി നൽകിയേ പറ്റൂ. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ഡസൻ ഡൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.